നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഞാൻ വീണ പ്രസാദ്. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തലക്കെട്ടുകൾ നോക്കി വരാം. തിരുവനന്തപുരം ആറ്റുകാലിൽ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. അക്രമികളുടേത് മതപഠന വിദ്യാർത്ഥികളുടെ വേഷം. കേസെടുത്ത് പോലീസ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധം സാധാരണക്കാരെ ജനിച്ച മണ്ണിൽ നിന്നിറക്കുന്ന അധിനിവേശത്തിനെതിരെ. രാഷ്ട്രീയ കളി പൊളിയുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടില്ല. ഓഗസ്റ്റിലെ നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തമായി കണക്കാക്കണമെന്ന് മാത്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് ആരോപിച്ച യുവതി മരിച്ചു. ഗുരുതര രോഗവുമായി എത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകിയെന്ന് കുടുംബം. കൊച്ചി ലഹരി കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടലുകൾ. കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ സംരക്ഷകരായി രാഷ്ട്രീയ പോലീസ് ഉന്നതർ. പിടിച്ചെടുത്ത ഓം പ്രകാശിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ ചോർത്താൻ ശ്രമമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. പാലക്കാട് നാളെ വിധി എഴുതും. ഇന്ന് നിശബ്ദ പ്രചാരണം. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിരെ G20 സമ്മേളനത്തിൽ പ്രഖ്യാപനം. യുദ്ധത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങളോടൊപ്പം എന്നും പ്രമേയത്തിൽ പരാമർശം. വേദിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കമുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമേ നമ്മൾ സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ co-powered by Bharat Hospital, brought to you in association with GDS Agarbattis, Makarajyoti Group of Companies, ഉദയഭാരതം കലണ്ടർ, ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് GDS ഉപാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്കാണ്. ഇന്നലെ 73,000-ഓളം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ഇന്നലെ സന്ധ്യയോടെ ആരംഭിച്ച തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. അരുൺ കൊടുങ്ങൂർ, M. മനോജ് എന്നിവർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, മനോജ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ തിരക്ക് കുറവായിരുന്നു എന്നായിരുന്നു. പക്ഷെ പമ്പയിൽ നിന്ന് തിരക്ക് കൂടി വരുന്ന ദൃശ്യങ്ങളായിരുന്നു. അത് വൈകുന്നേരത്തോടെ പ്രതിഫലിക്കുമെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ പക്ഷെ രാവിലെ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇന്നലെ ഒരുപാട് ആളുകൾ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറി വിരിവെച്ചിട്ടുണ്ടാകണം എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിച്ച് എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? സ്വാമിശരണം, എന്തായാലും കഴിഞ്ഞ 2 ദിവസം തിരക്കിന് നേരിയ ഒരു കുറവുണ്ടായിരുന്നെങ്കിൽ ആ ഒരു തിരക്കിൻ്റെ ഒരു വലിയ തിരക്കിലേക്ക് അമരുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടെ സന്ധ്യയോടെ സന്നിധാനവും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നലെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം 75,000-ഓളം ഭക്തജനങ്ങളാണ് ഇന്നലെ മല ചവിട്ടി സന്നിധാനത്തേക്ക് എത്തിയത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ഇന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഭക്തജന
തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും 70,000-ഓളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഒരു വർധന ഉണ്ടാകാനുള്ള ഒരു സാധ്യതയല്ല നിലവിലുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തിരക്കിൻ്റെ കാര്യത്തിൽ, അതായത് തിരക്കിന് ചെറിയ ശമനം എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതും അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൽ ഇവിടേക്ക് മലചവിട്ടി എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ, അവർക്ക് തന്നെ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ സന്നിധാനത്തിനകത്തുള്ള ഈ ഒരു ഫ്ലൈ ഓവർ അതിൽ തന്നെ ഭക്തജനങ്ങളെ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും രാവിലെയോടുകൂടി പുലർച്ചയോടുകൂടി നട തുറന്നു. അതിനുശേഷം ദർശനത്തിന് വേണ്ടിയിട്ട് ഉഷപൂജയ്ക്കും അതോടൊപ്പം തന്നെ മറ്റു ഓരോ പൂജകളും നടക്കുമ്പോഴേക്കും ഇവിടേക്ക് ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്തുകയാണ്. ഓരോരുത്തരും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്വാമി ശരണം അയ്യപ്പ ശരണം എന്നുള്ള ഒരു മന്ത്രങ്ങളുമായി അയ്യപ്പനെ കാണുവാൻ വേണ്ടി ദർശിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തിരക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതും ഇന്നും സമാന രീതിയിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്താൻ സാധ്യതയുണ്ട്. കാരണം വൃശ്ചികപ്പുലരിയിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് സമാനമായ രീതിയിൽ ഇന്നലെ വൈകിട്ടോടെ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാകുന്നു. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ഒരു വലിയ തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും കാണുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ തിരക്ക് വർദ്ധിക്കുന്ന സമയത്ത് വെള്ളമടക്കം ലഘുഭക്ഷണങ്ങളടക്കം ഭക്തർക്ക് കിട്ടാത്തത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരികയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായ സൗകര്യം ഒരുക്കുകയും അതോടൊപ്പം തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഉള്ള ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കി മുന്നോട്ട് പോകാനുള്ള ഒരു നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും തിരക്ക് കൂടാനുള്ള വരുന്ന ഒരാഴ്ച കൂടി 70,000 എന്നുള്ള ബുക്കിങ്ങിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാകും ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു വലിയ പരാതി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും 2 ദിവസം തിരക്ക് ഒന്ന് കുറഞ്ഞുവെങ്കിൽ ആ ഒരു തിരക്കിലേക്ക് വീണ്ടും സന്നിധാനം അമരുകയാണ്. കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങിനായി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അവിടെ നിന്നും സ്പോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടേക്ക് കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവരൊക്കെ ഭക്തജനങ്ങൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ തന്നെയാണ് ഇവിടേക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ കൂടുതലായി എത്തിയത്. മലയാളികളായിട്ടുള്ള ഭക്തജനങ്ങളുമുണ്ട്. എന്തായാലും കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒപ്പം മുതിർന്ന അയ്യപ്പന്മാരും എല്ലാവരും അങ്ങനെ ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിവിടെ എത്തുമ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ഒക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ, അത് ആ ഒരു ഉത്തരവാദിത്തം അവർ കൃത്യമായും നിർവഹിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾ അവർ കഴിഞ്ഞ തവണ തുലാമാസ പൂജയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണ്ഡലകാലത്തുമൊക്കെ നിരവധി പരാതികൾ ഉയർന്നു. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ അധികൃതർ അറിയിച്ചിരുന്നു. എന്തായാലും 18-ാം പടിയിലൂടെ കടന്നു വരുന്ന ഭക്തജനങ്ങളെ നമുക്ക് കാണാം, അയ്യപ്പന്മാരെ നമുക്ക് കാണാം. ഈ ഒരേ സമയം 18-ാം പടിയിലൂടെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് കയറി വരുന്നത്. 80ഓളം ഭക്തരാണ് 18-ാം പടിയിലൂടെ കയറുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. ശരാശരി 70,000, 80,000 തീർത്ഥാടകർ കയറുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ 18-ാം പടിയിലെ ഒരു ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഈ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുകയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോവുക. എന്തായാലും ഭക്തരുടെ ഒരു തിരക്ക് ഇന്നും പ്രകടമാണ്. നടപ്പന്തൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുകയാണ്. പമ്പയിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നും സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ദേവസ്വം ബോർഡ് പോലീസും എല്ലാം തന്നെ മുന്നിൽ കണ്ടിരിക്കുന്നത്. ഇനി നമുക്കറിയാം 12 വിളക്കിന് ശേഷം മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം ഇനി വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അന്നേരം അത് അനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാകും ഇവിടെ ഒരുക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഭക്തജന തിരക്കിൽ അമരുകയാണ് സന്നിധാനം വീണ്ടും. തീർച്ചയായും ഓരോ മണ്ഡലകാലത്തും കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിൽ എത്തുന്നതാണ്
മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അതുപോലെ തന്നെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. ഇനിയും ലക്ഷങ്ങൾ കാത്തിരിപ്പുണ്ട് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി. അവരൊക്കെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതും അത് 30-ാം തീയതി വരെയുള്ള സ്ലോട്ടുകൾ നേരത്തെ തന്നെ ബുക്കായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ലോട്ടുകളൊക്കെ അവർക്ക് അങ്ങനെ പല സ്വാമിമാരും ബന്ധപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഈ ബുക്ക് ചെയ്യേണ്ടതെന്നും. അതോടൊപ്പം തന്നെ ഇത്രയും ദിവസം ഫുള്ളായി കഴിഞ്ഞു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കാത്തിരിപ്പിലാണ് ഇനി എന്നാണ് ദർശനത്തിനായി എത്താൻ പറ്റുക. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഈ പുണ്യ സങ്കേതത്തിലേക്ക് അയ്യന്റെ തിരുസന്നിധിയിലേക്ക് മല കയറിയെത്താൻ ഇനിയും ഒരുപാട് ഭക്തർ കാത്തിരിക്കുകയാണ്. എന്തായാലും വെർച്വൽ ക്യൂ വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിനുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് അതിനുള്ള ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നലെ ഉണ്ടായ ഒരു തിരക്ക്, ആ ഒരു തിരക്ക് പോലെ ഇനിയും ഇത്തരത്തിൽ തിരക്ക് ഉണ്ടായാൽ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള, അപ്രതീക്ഷിതമായി തിരക്കെത്തിയാൽ അതെങ്ങനെ നിയന്ത്രിക്കും എന്നടക്കമുള്ള ഒരു ചെറിയ ആശങ്ക കൂടി നിലവിലുണ്ട്. എന്തായാലും നിലവിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ സന്നിധാനം മുന്നോട്ട് പോകുന്നു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിരവധി ഭക്തർ ഇപ്പോഴും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടിയെത്തുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കും. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. അയ്യനെ ദർശനം നടത്തി നെയ്യഭിഷേകം നടത്തി പരമാവധി തീർത്ഥാടകരെ മലയിറക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് നിലവിൽ പോലീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും എങ്ങും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സന്നിധാനം മാറുകയാണ്. തീർച്ചയായും പുലർച്ചയോടുകൂടി തന്നെ നട തുറന്നതോടെ ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം അങ്ങനെ ആ ഒരു ഭക്തിസാന്ദ്രമായി തന്നെ ഇങ്ങനെ ഓരോ നേരവും മുന്നോട്ട് പോവുകയാണ്. 18-ാം പടിയിലൂടെ കടന്നു വരുന്ന ഭക്തജനങ്ങൾ അവർ ശരണമന്ത്രം മുഴക്കി കൊടിമരച്ചുവട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് ആ നടപ്പന്തലിലൂടെ ഇങ്ങനെ ദർശനത്തിനായി സോപാനത്തിനരികെ എത്തുന്നത് വരെ അവരുടെ മനസ്സിൽ അങ്ങനെ അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അത് തന്നെയാണ്. ആ ദർശനത്തിന് അവിടേക്കെത്തി അയ്യൻ്റെ മുന്നിലെത്തി കൈ കൂപ്പി തൊഴുതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങുമ്പോഴാണ്, അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് ഓരോ അയ്യപ്പൻ്റെയും മനസ്സ് സംതൃപ്തിയോടുകൂടി അവിടെ നിന്നും ഇറങ്ങാൻ സാധിക്കൂ. എന്തായാലും ഇത്തരത്തിലൊരു അന്തരീക്ഷം അത് എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെയാണ്. ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ ശരണമന്ത്രങ്ങൾ ഇവിടെ ഉയരുമ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരുടെയും മനസ്സിൽ അത് അയ്യപ്പൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വ്രതം നോറ്റ് 41 ദിവസം വ്രതം നോറ്റ് മാലയണിഞ്ഞ് ഇവിടെ കിരുമുടിക്കെട്ടുമായി എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അയ്യപ്പൻ തന്നെയാണ്. ഒരേ ഒരു വികാരം, അത് ശബരിമലയിലെത്തി ദർശനം നടത്തുക എന്നത് തന്നെയാണ്. തീർച്ചയായും ആ ഒരു ഭക്തി ലഹരിയിൽ തന്നെയാണ് സന്നിധാനം. അരുൺ, മനോജ്, അതോടൊപ്പം ജനം TV കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കരളലിയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ ഈ നിരയിൽ നിന്ന് കഷ്ടപ്പെടുന്നത്. എന്തായാലും ആ വാർത്ത ഫലം കണ്ടു. അതിന് കൃത്യമായൊരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മറ്റൊരു നിര ഇവർക്കായി ഒരുക്കും, സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പ്രാവർത്തികമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും തിരക്കുള്ള സമയങ്ങളിൽ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി 3 വിഭാഗത്തിലുള്ള ഭക്തർക്കാണ് ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞയ്യപ്പന്മാർ, അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങൾ, ദിവ്യാംഗരായുള്ള അയ്യപ്പന്മാർ. അത്തരമുള്ള അയ്യപ്പന്മാർ നേരെ പടി കയറിയെത്തുക, പടി കയറി കൊടിമര ചുവട്ടിലൂടെ നേരെ സോപാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുള്ള പ്രത്യേക ക്യൂ സംവിധാനമാണ് ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞയ്യപ്പന്മാർ സന്നിധാനത്ത് അനുഭവിക്കേണ്ടി വന്നത്. ആ ഒരു പ്രശ്നം കൃത്യമായി ദേവസ്വം ബോർഡിന്റെ മുന്നിലേക്ക് ചൂണ്ടിക്കാട്ടുകയും ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഈ വിഷയം പരിഗണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തിരക്കുള്ള സമയങ്ങളിൽ കൂടി ഈ കൃത്യമായ രീതിയിലേക്ക് ഈ ഒരു സംവിധാനം നടപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ കുഞ്ഞയ്യപ്പന്മാർ ഏറ്റവും വലിയ ഈ തിരക്കിനിടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകും ഉണ്ടാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കൃത്യമായി അത് പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ആ ഒരു തിരക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞയ്യപ്പന്മാർക്ക്, മാളികപ്പുറങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ദിവ്യാംഗരായിട്ടുള്ള അയ്യപ്പന്മാർക്ക് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കാൻ ദേവസ്വം ബോർഡും പോലീസും അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേക ഗേറ്റ് വഴി സോപാനത്തേക്ക് അയ്യന്റെ തിരുമുന്നിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് തുടക്കത്തിൽ തന്നെ ദേവസ്വം ബോർഡും പോലീസും പരിഹാരം കൂടി കണ്ടിരിക്കുകയാണ്. രോഹിണി, വീണ. അതെ, തീർച്ചയായും സന്നിധാനം ഭക്തി സാന്ദ്രം. ഇന്ന് രാവിലെ മുതൽ തന്നെ തിരക്ക് ഒരല്പം വർദ്ധിച്ചിട്ടുണ്ട്. അരുൺ കൊടുങ്ങൂറും M മനോജുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വീണ നമ്മൾ ഇനി പോകുന്നത്.
തിരുവനന്തപുരം ആറ്റുകാലിൽ ഫ്ലക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഫ്ലക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ വികൃതമാക്കുന്ന CCTV ഫുട്ടേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ രാത്രിയാണ് ഞായറാഴ്ച രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ആ വേഷധാരികളായ വിദ്യാർത്ഥികളെ കാണുമ്പോൾ മതപഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം ഈ വേഷധാരികളായി എത്തിയതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു വിഷയത്തിൽ പൂന്തുറ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഭാരതാംബയുടെ ഫോട്ടോയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ആണ് വികൃതമാക്കിയത് എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആറ്റുകാൽ പരുത്തിക്കുഴി അമ്മച്ചിമുക്കിലാണ് ഈ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നത്. ഈ അമ്മച്ചിമുക്കിൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സിന്റെ അത് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് സമാനമായ രീതിയിൽ ഈ ഫ്ലെക്സ് വികൃതമാക്കാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ശ്രമം ഈ തരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വേഷധാരികളായ ഒരു മതവിഭാഗത്തിന്റെ ചിഹ്നം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള വേഷധാരികളായ വിദ്യാർത്ഥികളാണ് ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് നശിപ്പിക്കുന്നത്, അത്തരത്തിൽ വികൃതമാക്കുന്നത്. അവർ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കത്തി ഉപയോഗിച്ച് പരിസരമെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം അത് കുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതാംബയുടെ മുഖത്ത് കുത്തിക്കൊണ്ട് അതിനെ വലിച്ചു കീറാൻ അല്ലെങ്കിൽ അതിനെ വികൃതമാക്കാനുള്ള ശ്രമം തന്നെയാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും ഇവർ ധരിച്ചിരിക്കുന്ന വേഷമാണ് പ്രധാനം. ആ വേഷത്തിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഇത് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള വേഷധാരികളായി എത്തിയതാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്രത്തിൽ നിന്ന് എത്തിയതാണോ എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു സൂചനകൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഭാരതാംബയുടെ ആ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് നശിപ്പിക്കണമെന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി എത്തിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്നവരാണ് ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് വികൃതമാക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നേരത്തെ തന്നെ കയ്യിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായി ഒരു കത്തി ഉപയോഗിച്ചിരിക്കുന്നു. ആ കത്തി കൊണ്ട് കൃത്യമായി ഫ്ലെക്സിന്റെ ഭാരതാംബയുടെ മുഖം കാണുന്ന ഫ്ലെക്സിന്റെ ഭാഗം കൃത്യമായി തന്നെ കുത്തിക്കീറുന്നു. ആ പരീക്ഷ അവർ വരുന്ന സമയത്ത് ആദ്യം ഒരാളെത്തുന്നു, അതിനുശേഷം ഒരാളും കൂടി എത്തുന്നു, അതിനുശേഷം മൂന്നാമതൊരാളെത്തുന്നു. അവർ കൃത്യമായി തന്നെ വേറെ വാഹനങ്ങൾ ആ പരിസരത്ത് വരുന്നുണ്ടോ എന്ന നിരീക്ഷണം നടത്തുന്നു. മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന കൃത്യമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഭാരതാംബയുടെ ഫ്ലെക്സിലേക്ക് ഫ്ലെക്സ് വികൃതമാക്കാനായി ഭാരതാംബയുടെ മുഖത്തേക്ക് കുത്തുന്നത്. കുത്തിക്കീറിയതിനു ശേഷം ഉടനെ തന്നെ അവർ നടന്നു പോകുന്ന കാഴ്ചയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇത് കീറാൻ ഉപയോഗിച്ച ആ ഒരു കത്തി അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള പറമ്പിലേക്ക് വീണ്ടും രണ്ടാമത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പറമ്പിലേക്ക് ഇവർ അത് എടുത്തെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോഴും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ പ്ലാനോടുകൂടി ഒരു പദ്ധതി തയ്യാറാക്കി തന്നെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ പൂന്തുറ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ അന്വേഷണം പൂന്തുറ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ എന്താണ് പോലീസിന് പ്രാഥമികമായി ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പോലീസ് പറയുന്നത് പ്രാഥമികമായി? കാരണം ഈ ഒരു വിഷയം അവർ CCTV എന്നാലും കൂടുതലായി അവരുടേതായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്തിനുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ടാവുക, എന്താണ് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായി പറയുന്നുണ്ട്.
പോലീസ് FIR-ൽ വ്യക്തമാക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. മതവിദ്വേഷം വളർത്താൻ അല്ലെങ്കിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഫ്ലെക്സ് നശിപ്പിച്ചിരിക്കുന്നത്. കാരണം ജനകോടികൾ പ്രധാനമായും ഭാരതാംബയെ സ്വന്തം മാതാവായി കാണുന്ന ഒരു സംസ്കാരമാണ് രാജ്യത്തുള്ളത്, അല്ലെങ്കിൽ കേരളത്തിലുള്ളത്, ഭാരതം ഉടനീളമുള്ളത്. ആ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു വിദ്വേഷപരമായ പ്രവർത്തനം തന്നെയാണ് ഈ 3 പേരും നടത്തിയത് എന്നാണ് പോലീസ് FIR-ൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേസ് ചാർജ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലാണ്. വിദ്വേഷം വളർത്താനുള്ള ശ്രമം, വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു. അങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് FIR-ൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസിന് നിലവിൽ ഇത് എവിടെയുള്ള വിദ്യാർത്ഥികളാണ്, എവിടെ നിന്ന് എത്തിയവരാണ്, എന്തുകൊണ്ടാണ് ഈ വേഷം ധരിച്ചെത്തിയത് എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. കാര്യം, ഒരു മതവിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന വലിയ കുറ്റം അല്ലെങ്കിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള വലിയ കുറ്റം ഉണ്ടാകുന്നു. ആ വലിയ കുറ്റം നടത്തിയിട്ട് പോലും ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പോലീസ് നടത്തുന്നത്. FIR-ൽ പൂന്തുറ പോലീസ് കേസ് കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ എത്തിയത് എന്ന് FIR-ൽ വ്യക്തമാക്കുമ്പോഴും മതവിദ്വേഷം വളർത്താനുള്ള കൃത്യമായ പദ്ധതി ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് FIR-ൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സംഭവിച്ച വിഷയം, അതിനുശേഷം ഈ ദൃശ്യങ്ങളിൽ പോലും ഈ ഭാരതാംബയുടെ ഈ ഒരു ഫ്ലെക്സ് വികൃതമാക്കുന്നു, ഭാരതാംബയുടെ മുഖം കുത്തിക്കീർത്തി വികൃതമാക്കാനുള്ള ശ്രമത്തെ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ആരാണ് വന്നത്, എത്ര പേർ ഉണ്ടായിരുന്നു, അവരുടെ മുഖം തന്നെ കൃത്യമായി പോലീസിനെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയാൻ സാധിക്കുന്നത്. കാരണം കൃത്യമായി ലക്ഷ്യത്തോടു കൂടി ഒരു വർഗീയ സംഘർഷം സൃഷ്ടിക്കുക, മതവിദ്വേഷം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ 3 പേരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ വേഷം ധരിച്ചെത്തിയവർക്ക് പിന്നിൽ എന്താണ് ലക്ഷ്യം, ഇവർ എവിടെ നിന്ന് വന്നവരാണ് എന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന്റെ പക്കലുണ്ട്. പക്ഷെ അത് പോലീസ് ഇതുവരെയും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. പൂന്തുറ പോലീസ് ഈ വിഷയത്തിൽ വീണ്ടും നിലവിൽ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നു. വിനീഷ്, ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, തിരുവനന്തപുരം ആറ്റുകാലിൽ ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ ചേർന്ന് വികൃതമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക മതപഠന വിദ്യാർത്ഥികളുടെ വേഷമാണ് അക്രമികൾ ധരിച്ചിരിക്കുന്നത്. ഈ ഭാരതാംബയോട് എന്തിനാണ് ഈ വെറി എന്നുള്ളതാണ്. ഇവിടെ നമുക്കത് ഇങ്ങനൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വാർത്തയാണ് ഇതൊക്കെ സംഭവിക്കും എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ വാക്കുകൾ പോലെ ഇത് കേരളമാണ് എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസം, ഒരു ആശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയിരുന്നു പലരും. പക്ഷെ ഇത് കണ്ടപ്പോ വളരെ ദുഃഖമാണോ, ഭയമാണോ, ആശങ്കയാണോ തോന്നുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം വിദ്യാർത്ഥികളാണ് അവര്. ആ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യണമെങ്കിൽ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് നോക്കണം. അവരെ അതിലേക്ക് നയിച്ച സാഹചര്യം തീർച്ചയായും അവരുടെ മതപഠനമാണ്. ആ കൃത്യമായ മതവേഷത്തോട് കൂടിയിട്ടുള്ളവരാണ്, അത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അപ്പൊ അവരെ നയിച്ചത് മതപഠനമാണ്. നമ്മൾ വളരെ കാര്യമായി ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചില വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്ത് വളരെ ഗൗരവമായി അത്തരത്തിൽ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹലാല്. അതേപോലെ തന്നെ ഇപ്പൊ വഖഫ് ബോർഡ്. ഇതേപോലെ ഗൗരവം കൊടുത്തുകൊണ്ട് ഈ മതപഠനത്തെ വളരെ കാര്യമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു സമയം വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഈ മനസ്സുമായി വളർന്നു വരുന്ന ഈ കുട്ടികൾ നാളെ ഈ രാഷ്ട്രത്തോട് എന്തായിരിക്കും ചെയ്യുക? ഇവിടെ അവരോടൊപ്പം താമസിക്കുന്ന ഇതര മതസ്ഥരോട് എന്തായിരിക്കും ചെയ്യുക? വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രൈമറി ടീച്ചർ ആയിരുന്ന ആദ്യകാലത്ത് എന്നെ വളരെ സ്നേഹമുള്ള ഒരു കുട്ടി, എന്നെ നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടി എന്നോട് വളരെ വിഷമത്തോട് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചെന്ന്. പിന്നെ ചോദിച്ചു, അതുകൊണ്ട് എന്താ കുഴപ്പം കുട്ടി ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, അതാ എന്റെ വിഷമം. അതൊരു ചെറിയ കുട്ടി, 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിഷമം അവന്റെ പ്രിയപ്പെട്ട ടീച്ചർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കാരണം കുട്ടിയുടെ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വേറിട്ടൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയുമായി വളർന്നു വരുന്ന കുട്ടികൾ ഈ രാഷ്ട്രത്തിനും ഇവിടെയുള്ള പൊതുജീവിതത്തിനും ഒക്കെ എത്രമാത്രം അപകടമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇപ്പൊ ഇത് നമ്മുടെ കണ്ണുപെട്ടതുണ്ട്, കണ്ണുപെടാത്ത എത്രയുണ്ടായിരിക്കും, ധാരാളം നടക്കുന്നുണ്ടാകും. അപ്പൊ അവർ ഉള്ളിൽ എത്രമാത്രം ഒരു വികൃതമായ ചിന്താഗതിയുമായിട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പൊ തീർച്ചയായും മതപഠനം ഗൗരവമായൊരു വിഷയമാക്കി എടുക്കാൻ ഇതൊരു കാരണമാകണം. മതം പഠിപ്പിക്കേണ്ട എന്നാരും പറയുന്നില്ല, പക്ഷെ ആ മതം പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഇതര മതസ്ഥർക്കും സ്വന്തം രാഷ്ട്രത്തിനോടും വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി തന്നെ അത് ഒഴിവാക്കിയേ മതപഠനമാകാവൂ.
അപ്പൊ മതപഠനത്തിന്റെ സിലബസ് അത് വളരെ കൃത്യമായി എല്ലാ മതവിഭാഗങ്ങളുടെയും മതപഠനത്തിന്റെ എല്ലാ മതസ്ഥരും ഉൾപ്പെടുന്ന ഒരു സംവിധാനം ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് പഠിപ്പിക്കണം എന്ന് ചിന്തിച്ച് അത് മാത്രമേ പഠിപ്പിക്കാൻ അനുവദിക്കാവൂ. അതല്ലാതെ നിർബന്ധം പിടിക്കുന്നെങ്കിൽ പഠിക്കേണ്ട എന്ന് തന്നെ വെക്കണം. ചില കാര്യങ്ങൾ നമ്മൾ അറുത്തുമുറിച്ച് പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ക്യാൻസർ ബാധിച്ച ഒരു അവയവം എത്രമാത്രം പ്രിയപ്പെട്ടതാണെങ്കിലും മുറിച്ച് മാറ്റേണ്ടി വന്നാൽ മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അത് എത്ര ഗൗരവത്തോടു കൂടി പറയണമോ ഈ മതപഠനം ശുദ്ധീകരിക്കേണ്ടതിന്റെ കാര്യം. കാരണം ബോധമുറക്കാത്ത പ്രായത്തിലാണ് നമ്മൾ കുട്ടികളെ അവിടേക്ക് ഇവർ പറഞ്ഞു വിടുന്നത്. നമ്മളൊരു LP പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പോൾ എത്ര വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സൈക്കോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ഒക്കെ ഇരുന്നല്ലേ ഒരു LP പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്? എന്തുകൊണ്ട്? അവർ നാളെ വളർന്നു വരുന്ന പൗരന്മാരാണ്. അവരിലേക്ക് ചില വ്യക്തമായ സന്ദേശങ്ങൾ കിട്ടിയിരിക്കണം എന്ന നിലയ്ക്കല്ലേ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. അതേസമയം അതിനു മുൻപ് ചെന്നിരുന്ന് കുട്ടികൾ അതിരാവിലെ നമ്മൾ ഏറ്റവും പഠിപ്പിക്കുന്ന തലയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന അതിരാവിലെ കുട്ടികളെ പറഞ്ഞുവിട്ട് ഇത്തരത്തിലുള്ള അന്യമത വിരോധവും രാഷ്ട്രവിരോധവുമാണ് പഠിപ്പിക്കുന്നെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ ഈ LP പാഠ്യപദ്ധതിയെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ പഠന രീതികളെ പറ്റി ഗൗരവമായി ചിന്തിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഇതിനെ നമുക്ക് രാഷ്ട്രത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചേ മതിയാകൂ. ഇത് അതിനൊരു നിമിത്തമാകട്ടെ. ഈ ചിത്രം കിട്ടിയത് തീർച്ചയായും അതിനൊരു നിമിത്തമാകട്ടെ. കേരളത്തിൽ ഗൗരവമായ ചർച്ച ഇതിനെ നടക്കണം. കേരളത്തിലെന്നല്ല, ശരിക്കും ഭാരതത്തിൽ മുഴുവൻ തന്നെ മതപഠനം നിയന്ത്രിക്കണം. നിരോധിക്കണം എന്ന് പറയുന്നില്ല, മതപഠനം നിയന്ത്രിക്കണം. എല്ലാ മതസ്ഥരും ഉൾപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരുൾപ്പെട്ട ഒരു ബോർഡ് അംഗീകരിക്കാത്ത ഒരു പാഠ്യപദ്ധതിയും ഇതുപോലെ മതപഠനത്തിന് അനുവദിക്കരുത്. അത് കർശനമായി തന്നെ നിയന്ത്രിക്കണം എന്നതിന്റെ സൂചനയാണ് ഈ പറയുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം ഇപ്പോൾ നോട്ട് ചെയ്ത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നോട്ട് ചെയ്യുന്നത്, ഇത് ഒരു പക്ഷേ പെട്ടെന്ന് അവർക്കുണ്ടായ ഒരു പ്രകോപനത്തിൽ സംഭവിച്ചതല്ല. അങ്ങനെയെങ്കിൽ അവരുടെ കയ്യിൽ കത്തി ഉണ്ടാകുമോ? ഇതിൽ ആസൂത്രണം കാണുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ആശങ്കയേറുന്നത്. പെട്ടെന്നുള്ള പ്രകോപനമാണെങ്കിൽ അവരുടെ മനസ്സത്രയും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു തലച്ചോർ. ഇനി ഇത് പെട്ടെന്നുള്ളതല്ല താനും. അങ്ങനെ കത്തിയുമായി നടക്കുന്നവരുടെ ക്രിമിനലുകളാണോ ഇവരെ ഗുണ്ടായിസമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ആസൂത്രിതമായി വന്നത് തന്നെയാണ്. വളരെ ഗൗരവമായി എടുക്കേണ്ട വിഷയം തന്നെയാണത്. പക്ഷെ ഈ കുട്ടികളിലേക്ക് മാത്രമായിട്ട് അത് കേന്ദ്രീകരിക്കരുത്. ഈ കുട്ടികളെ ഒന്നുകിൽ ഇതിന് പറഞ്ഞയച്ചവരോ അല്ലെങ്കിൽ ആ കുട്ടികളെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്തവരോ അതിനെപ്പറ്റി വളരെ കാര്യമായ ചർച്ച നടക്കണം. ഇതൊരു നിമിത്തമായിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് മതപഠനത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കണം. അരുതാത്ത ഒരു കാര്യവും ഇവിടെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകരുത്. ഈ കേസ് വളരെ ഗൗരവമായി തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്വേഷിച്ചാൽ ഇത്, കാരണം മതേതരത്വവും വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് ഇത് എവിടെ എത്തില്ല. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ തന്നെ ഈ കേസ് അന്വേഷിക്കുകയും കുറ്റക്കാരെ വളരെ കൃത്യമായി തന്നെ ശിക്ഷിക്കുകയും വേണം. ടീച്ചർ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമാണ് എന്നുള്ളത്. കാരണം പ്രധാനമായും അതിന് ചൂണ്ടിക്കാട്ടിയത് ഇത് വിദ്യാർത്ഥികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവരെ ഇതിലേക്ക് നയിക്കുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇവരെ ഇത് പറഞ്ഞു പഠിപ്പിക്കുന്ന മറ്റുള്ളവരുടെ ഒരു സാഹചര്യം, അവരുടെ സമ്മർദ്ദം, ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് അടുത്ത തലമുറ എന്തുമാത്രം ഇത്തരം കാര്യങ്ങളിൽ വൈകൃതമായ ചിന്താഗതി വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്. തന്നെയാണ് ഭയവും ആശങ്കയും എന്ന് പറഞ്ഞത്. ഏതെങ്കിലും 2 കുട്ടികൾ വന്ന് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ആ കുട്ടികളുടെ മാത്രം തകരാറായിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് കിട്ടിയ സന്ദേശമാണ് എന്ന് മനസ്സിലാക്കാമായിരുന്നു. ഇത് വളരെ കൃത്യമായി ഓർഗനൈസ്ഡ് ആയ ഒരു മതവിദ്യാർത്ഥികളാണ് ചെയ്തത്. വളരെ കൃത്യമായി അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ഏതെങ്കിലും 2 കുട്ടികൾ വന്ന് ചെയ്തതായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കട്ടെ. കൃത്യമായി ആ മതവേഷത്തിൽ നടക്കുന്നവര്, അപ്പൊ അവര് പഠിപ്പിച്ച അല്ലെങ്കിൽ അവരെ അത്തരത്തിലാക്കിയ സംവിധാനത്തെ തന്നെയാണ് ഇവിടെ ശുദ്ധീകരിക്കേണ്ടത്. വരും ക്രിമിനലുകളെ ഇപ്പൊ ഒരാളെ കുത്തിക്കൊണ്ട് നമുക്ക് ആ ക്രിമിനലിനെ ശിക്ഷിച്ചാൽ മതി, വ്യവസ്ഥിതിയെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് ഇവർ ഇങ്ങനെ ആക്കിയെടുത്ത വ്യവസ്ഥിതിയെ പറ്റി തന്നെ ചിന്തിക്കണം. ഇതിന് കുറ്റവാളികൾ ഒരിക്കലും ഈ കുട്ടികളല്ല. കാരണം കുട്ടികൾ ക്ലീൻ സ്ലേറ്റ് ആണ്. നമ്മൾ എന്താണോ എഴുതുന്നത് അതാണ് അവരിൽ കാണുക. അവര് ബോധമുറക്കാത്ത പ്രായം തൊട്ട് അവരിൽ എഴുതി വെച്ച വർഗീയതയും അന്യമത വിദ്വേഷവും വിരോധവും അതാണിപ്പോൾ അവരിലൂടെ പ്രതിഫലിച്ചത്. അത് നാൾക്ക് നാൾ കൂടുകയുള്ളൂ. കാരണം വളരെ കുട്ടിയിൽ കൊടുത്ത വളവാണത്. അത് നാൾക്ക് നാൾ കൂടുകയുള്ളൂ. അത് കുറയ്ക്കാൻ മറ്റൊരു സംവിധാനത്തിന് സാധിക്കില്ല. ഇത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കേരള സർക്കാർ വളരെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓപ്പറേഷൻ PGN എന്ന പേരിൽ ഡീറാഡിക്കലൈസേഷൻ നടപ്പിലാക്കിയെന്നൊക്കെ പറയുന്നു. അപ്പോ ഇത് എല്ലാം ആയിട്ട് രോഗമായിട്ട് ചികിത്സിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇവരെ എല്ലാം തലയെ കയറിയതിനു ശേഷമുള്ള ഡീറാഡിക്കലൈസേഷൻ അല്ല വേണ്ടത്. അവരെ ആരാണോ ഈ രൂപത്തിൽ ഫ്രെയിം ചെയ്യുന്നത് അവിടെ ചിന്തിക്കണം, അവിടെ തടയിടാൻ സാധിക്കണം. മതപഠനത്തിന് കൃത്യമായ നിയന്ത്രണം, അത് വളരെ കാര്യമായി തന്നെ ഗൗരവമായ ഒരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. അത് നേടും വരെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് നേടും വരെ ഭരണകൂടങ്ങളെ അതിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയും വേണം. ടീച്ചർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ നിലവിൽ ഈ സംഭവത്തിൽ പൂന്തുറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം ഈ അന്വേഷണ പുരോഗതി എന്ന് ടീച്ചറും ആശിക്കുന്നില്ലേ?
തീർച്ചയായും അതേപോലെ തന്നെ ആയിരിക്കണം അന്വേഷണ അത് നടന്നിട്ടില്ല എങ്കിൽ ഇതിന് കൃത്യമായൊരു ശിക്ഷയിലേക്ക് അത് എത്തിയില്ല, മതേതരത്വത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അത് ഏതെങ്കിലും വിധത്തിൽ ഈ കേസ് തളർത്തിയിട്ടു എങ്കിൽ അത് ഇനിയും ഇതുപോലുള്ള ക്രിമിനലുകൾ വളർന്നു വരാൻ കൂടുതൽ സഹായകമാകും. അതുകൊണ്ട് തീർച്ചയായും അതിന് വേണ്ടുന്ന കർശനമായ നിയന്ത്രണം അല്ലെങ്കിൽ കാര്യമായ വിധത്തിൽ തന്നെ അത് അന്വേഷണം നടക്കണം. ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് ഇതിൽ കയറി സ്വജനപക്ഷപാതം അല്ലെങ്കിൽ അവരുടേതായ പക്ഷപാതിത്വം കാണിക്കാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാകരുത്. അതാണ് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ KP ശശികല ടീച്ചർ. പ്രതികരിച്ചതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന സത്യത്തിൽ ആശങ്കയുടെ സ്വരമാണല്ലേ കൂടുതലായി നിൽക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഇത് കാണുമ്പോൾ അത് കുട്ടികളാണ്, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആശങ്കയുണ്ടാക്കുന്നത്. വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, നമ്മളൊരു കേസ് പോലീസ് അന്വേഷിക്കുന്നു, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങൾക്ക് തോന്നുന്ന പലവിധ സംശയങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ ശശികല ടീച്ചറോട് ചോദിച്ചത്. ഈ കത്തിയുമായി നടക്കില്ലല്ലോ സാധാരണ കുട്ടികൾ. അപ്പോൾ ഇത് ആസൂത്രിതമാണോ എന്നുള്ളത് ഒരു വശത്ത്. മറ്റൊന്ന്, അങ്ങനെ ആസൂത്രിതമാണ് എങ്കിൽ ഈ മതപഠന വിദ്യാർത്ഥികളുടെ വേഷത്തിൽ തന്നെ അവരെന്തിനു വന്നു എന്ന ചോദ്യം. അപ്പോൾ ഒരു കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തകർക്കുക എന്ന ഉദ്ദേശം കൂടി ആരൊക്കെയോ ലക്ഷ്യമാക്കുന്നുണ്ടോ എന്ന സംശയം കൂടി ഇപ്പോൾ പ്രേക്ഷകരും ആ സംശയം തന്നെ ഉന്നയിക്കുന്നുമുണ്ട്. അങ്ങനെയും നടക്കാനുള്ള സാധ്യത സത്യത്തിലുണ്ട്. ഒരു വലിയ വിഷയത്തിലേക്കോ ഒരു വലിയ അക്രമ സംഭവത്തിലേക്കോ ഒന്നും പോകാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ ആ കുട്ടികൾക്ക് തെറ്റിയിട്ടുണ്ട് എങ്കിൽ അവരെ തിരുത്തണം എന്നുള്ളതാണ് വളരെ പ്രധാനം. അതിനൊപ്പം തന്നെ അതിന് പിന്നാലെ വരുന്ന കുട്ടികളെല്ലാം തന്നെ തിരുത്തപ്പെടണം, ഈ രീതിയിലേക്ക് പോകാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം ഈ കേസ് അന്വേഷിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ ഇത്തരം വഴികളിലേക്ക് കൂടി പോലീസ് അന്വേഷണം നീങ്ങുമോ? തീർച്ചയായിട്ടും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ എത്തുന്ന സമയത്ത് വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേഷധാരികളായി എത്തുന്നവരാണോ എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കയ്യിലില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ രൂപവും അവരുടെ ഭാവവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ ഒരു വിദ്യാർത്ഥിയാണ്. അത് ഏത് സെന്ററിൽ നിന്നാണ് അവർ വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. പക്ഷേ അവരുടെ വേഷം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആ വേഷമാണ് അവരുടെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിന് പിന്നിലെ ചേതോ വികാരം അതിന് പിന്നിലുള്ള അവരുടെ ഒരു വികാരം എന്താണ് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. ഒപ്പം നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിദ്യാർത്ഥികൾ എത്തുന്ന സമയത്ത് അവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നു, കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. 3 പേർ 3 ഭാഗത്തായി, ഒരാൾ റോഡിന്റെ ഇരുവശത്തും മറ്റൊരാൾ റോഡിന്റെ മറുവശത്തും നിൽക്കുന്നു. കൃത്യമായി മറ്റു വാഹനങ്ങൾ വരുന്നില്ല, മറ്റാരും വരുന്നില്ല എന്ന കൃത്യമായ സന്ദേശം ഈ ഭാരതാംബയുടെ മുഖം വികൃതിയാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ വികൃതമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ആൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു. ഉടനെ തന്നെ സഡൻലി ആ കയ്യിലിരിക്കുന്ന കത്തിയെടുത്ത് ഭാരതാംബയുടെ മുഖത്തേക്ക് കുത്തുന്നു, ആ ഒരു ഫോട്ടോ വികൃതമാക്കുന്നു. തുടർന്ന് അവർ തുടർന്ന് സാധാരണ ഒരു സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു തുടർ പ്രവർത്തനമല്ല അവരുടെ ഭാഗത്തുണ്ടായി. ഈ ഒരു പ്രവണത കാണിച്ചതിന് ശേഷം അവർ ഉപയോഗിച്ച ആ കത്തി തൊട്ടടുത്ത സമീപ പ്രദേശത്തെ പറമ്പിലേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ തൊണ്ടി മുതലിനെ പോലും നശിപ്പിക്കാനുള്ള ഒരു പ്രവണത അത്തരത്തിൽ ഒരു മാനസികാവസ്ഥ വിദ്യാർത്ഥികളുടെ മേൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ട് എങ്ങനെയാണ് ഇതിനെ മറച്ചു വെക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കേണ്ടത്. ആ തൊണ്ടി മുതൽ തങ്ങളുടെ കയ്യിലിരുന്നാൽ അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് പിടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീറിയ കത്തി നേരെ അടുത്ത പറമ്പിലേക്ക് എറിയുന്നു. അതും കൃത്യമായി പ്ലാൻ ചെയ്യുന്ന തരത്തിൽ നടത്തുന്നു. അപ്പോൾ എറിയുന്നതല്ല, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശത്തെ പറമ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് മതിലുണ്ട്. ആ മതിലിന്റെ മുകളിലേക്ക് എത്തി അത് പുറത്തേക്ക് കളയുകയാണ്. അപ്പോൾ ഇവര് ഇനി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് പെട്രോളിംഗ് നടന്നാൽ പോലും തങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്നതാണ് എന്ന് പോലീസിനെ കൃത്യമായി ധരിപ്പിക്കാൻ കഴിയും. പോലീസ് ഏതെങ്കിലും അവരുടെ പരിശോധന നടത്തിയാൽ പോലും ധരിപ്പിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനിങ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയത്? തീർച്ചയായും വിനീഷ്, നമുക്ക് അതിലേക്ക് തന്നെ വരാം. കാരണം ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തൊക്കെയാണ് എന്നുള്ളതാണ്. തിരുവനന്തപുരം ആറ്റുകാലിൽ ഫ്ലക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കുന്ന വിദ്യാർത്ഥികളുടെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, തിരുവനന്തപുരം ആറ്റുകാലിൽ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കുന്ന
മതപഠന വിദ്യാർത്ഥികളുടെ CCTV ഫുട്ടേജാണ് ഇപ്പോൾ ജനം TVക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. ഇവർ എന്തിനാണ് ഭാരതാംബയുടെ മുഖം ഇത്തരത്തിൽ വികൃതമാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പൂന്തുറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ വിദ്യാർത്ഥികളിലേക്ക് നയിച്ച മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത് ചെയ്യാനുണ്ടാകുന്നൊരു പ്രേരണ എന്തുകൊണ്ടാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? അതിൽ യാതൊരു സംശയമില്ലല്ലോ. മദ്രസ വിദ്യാഭ്യാസം ഈ വിദ്യാർത്ഥികളിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കുന്ന മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയെ തുടർന്നുണ്ടാകുന്ന പ്രതികരണമാണ് വിദ്യാർത്ഥികൾ ഈ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ കാണിക്കുന്നത്. ഈ നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്ന മദ്രസ വിദ്യാഭ്യാസം ശക്തമായ മോണിറ്ററിങ്ങിന് വിധേയമാക്കണം. ഈ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളില് ഒരു തരത്തിൽ മറ്റ് മതസമൂഹങ്ങളോടും രാഷ്ട്രത്തോടുമൊക്കെ എന്ത് വികാരമാണ് സൃഷ്ടിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കകൾ പലരും ഇതിനു മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഈ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളിൽ തീവ്ര മതബോധം വളർത്തി അവരൊക്കെ മതഭീകരവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലം പരിശോധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അവരുടെ ഈ തരത്തിൽ മനസ്സിൽ ഭാരതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, ഭാരതാംബ എന്ന ഒരു ചിത്രം കാണുമ്പോൾ ഒക്കെ ഉള്ളിൽ തെളിയുന്നത്, അല്ലെങ്കിൽ അവർ വലിയ കടുത്ത ഒരു തരത്തിൽ മതവിദ്വേഷം ജനിക്കുകയാണ്. ഇത് രാഷ്ട്രത്തിനെതിരായിട്ടുള്ള, നാടിന്റെ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നീക്കമാണ്. ആ കുട്ടികൾ ചെറുപ്പം മുതലേ ആ രാഷ്ട്രത്തിനെതിരായി ചിന്തിക്കാനും നാടിനെതിരെ പ്രവർത്തിക്കാനുമുള്ള ഒരു മനോഭാവം അവരുടെ ഉള്ളിൽ ആരാണ് സൃഷ്ടിക്കുന്നത്? മദ്രസയാണെങ്കിൽ മദ്രസ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയാണോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. പോലീസ് വെറുതെ ഒരു കേസ് ചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ഈ കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസമാണ്, ആരാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ളൊരു മനോഭാവം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് അന്വേഷിക്കണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, അവരുടെ അധ്യാപകരാരാണ്, അവരുടെ സിലബസ് എന്താണ്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവൂ. ഇത് കേരളത്തിൽ ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ഹൈന്ദവ സംസ്കാരത്തെയും ഹിന്ദു മാനബിന്ദുക്കളെയും രാഷ്ട്ര മാനബിന്ദുക്കളെ, നമ്മുടെ ദേശീയതയുടെ മാനബിന്ദുക്കളെ, സംസ്കാരത്തിന്റെ മാനബിന്ദുക്കളെയൊക്കെ തുടർച്ചയായി ഇത്തരത്തിലുള്ള എതിരായിട്ട് ഉള്ള പ്രവർത്തനവും പ്രചരണവും അപമാനിക്കലും ഒക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. കേരളം ഈ പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും അതേപോലെ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ആണ് മുഴുവൻ ഭാരതത്തിൽ അറിയപ്പെടുന്നത്. നമുക്ക് അങ്ങേയറ്റം നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രീ RV ബാബു, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, നമ്മൾ ജനിച്ച മണ്ണ്, ജനിച്ച നാട്, അതിൻ്റെ ഒരു പ്രതീകത്തെ ഇത്തരത്തിൽ ആക്രമിക്കണമെങ്കിൽ ഈ കുഞ്ഞു കുട്ടികളിൽ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളിൽ അത്തരത്തിലുള്ള ചിന്ത വളർത്തുന്നവർക്കെതിരെയല്ലേ ആദ്യം നടപടി സ്വീകരിക്കേണ്ടത്? അത് പാടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അവിടെ മുതൽക്ക് തന്നെയല്ലേ? ഇനി വരുന്ന ഭാവി തലമുറ ഇത്തരം ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ സമൂഹത്തിൻ്റെ പുരോഗതിക്ക്, നന്മയ്ക്ക് ഒക്കെ ഇത് വലിയ രീതിയിൽ ദോഷം ചെയ്യുകയില്ലേ? ഇവരുടെ കാഴ്ചപ്പാട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ, രാഷ്ട്രത്തിന്റെ ദേശീയതയൊക്കെ കുട്ടികളുടെ ഉള്ളിൽ മാച്ചു കളയുന്ന തരത്തിലുള്ള ഒരു മത പഠനം, ആ മതപഠനം കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നു എന്നുള്ളത് ആ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിലെ പല സംഘടനകളും, തീവ്ര സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളും നടത്തുന്നത് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാണ്. വളരെ വലിയ തോതിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മുഴുവൻ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഇത് നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഭാരതത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരികയാണ്. ഇപ്പൊ കട്ടിംഗ് സൗത്ത് എന്നുള്ള ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്, ഭാരതത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോ ഇത് ആസൂത്രിതമാണ്. നമ്മുടെ നാടിനെ വിഘടിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വിഭജന മനോഭാവം ചെറുപ്പം മുതലേ കുട്ടികളിൽ ഉണ്ടാക്കുക, അത് മതാടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടുവരിക, ആസൂത്രിതമായിട്ട് നമ്മുടെ നാടിനെ വിഭജിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് കൂട്ടുക, ഇത് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക്, ഒരു ജനത എന്നുള്ള നിലയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇതിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ജാഗരണം, നിയമ സംവിധാനങ്ങൾ ഇതിനെ ചെറുതായിട്ട് കാണാൻ സാധ്യമല്ല.
വലിയ തോതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവരണം. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരമാണ് എന്ന് പഠിപ്പിക്കുക ആ ഒരു നാട്ടിൽ ഇവിടെ സ്വന്തം നാടിനെ അപകീർത്തിപ്പെടുത്തുക, സ്വന്തം നാടിന്റെ പൈതൃകത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ഹരമായി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരുദ്ദേശിക്കുന്നത് ഈ നാടിനെ തകർക്കാനാണ്, ഈ നാടിനെ ശിഥിലമാക്കാനാണ്, ഒരു മതരാജ്യമാക്കി ഈ രാഷ്ട്രത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ചെറുപ്പം മുതലേ കുട്ടികളിൽ ഈ ഒരു വിഷം കുത്തിവെച്ച് ഈ രാഷ്ട്രത്തിനെതിരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കുന്നത് ഏത് മതപഠനമായാലും ഏത് മതകേന്ദ്രമായാലും അത് അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിന് അടച്ചുപൂട്ടുക തന്നെ വേണം. അത്തരം സംഘടനകളെ നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ നിരോധിക്കപ്പെടണം. യാതൊരു സംശയമില്ല, രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഒരു നിമിഷം പോലും ഈ നാട്ടിൽ ജീവിക്കാൻ അവസരം ഉണ്ടാക്കുന്നതിന് ഒരു സർക്കാരും കൂട്ടുനിൽക്കാൻ പാടില്ല. അതെ, വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഭാരതാംബയുടെ ചിത്രം വിദ്യാർത്ഥികൾ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം വിനീഷിലേക്ക് എത്താം. വിനീഷ്, പൂന്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? FIRൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വകുപ്പുകൾ ഇതൊക്കെയാണ്. നിലവിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു, മതവിദ്വേഷം വളർത്താൻ ശ്രമിച്ചു, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ FIRൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മതവിദ്വേഷവും വർഗീയ സംഘർഷവും സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ഒരു തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് FIRൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞായറാഴ്ച നടന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു, CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതിന് ശേഷം തന്നെ ഇവർ എവിടെ നിന്ന് ഉള്ളവരാണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പൂന്തുറ പോലീസിന് ലഭിച്ചു. പക്ഷേ പോലീസ് മറ്റു നടപടികളിലേക്ക് പോകാതെ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തതിന് പിന്നിലുള്ള അവരുടെ വികാരം എന്താണ് എന്ന സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇതിനു പുറമെ പൂന്തുറ പോലീസ് ചെയ്യുന്നതാകട്ടെ ഇതിനെ മറച്ചു വയ്ക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കാരണം കഴിഞ്ഞ ദിവസം പോലീസിന് ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതാരാണ് ചെയ്തത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കൽ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോലീസ് പുറം ലോകത്തേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ പുറത്ത് ഈ ഒരു വിഷയം ചർച്ച വരാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇവരുടെ മുഖം കൃത്യമായി വ്യക്തമാണ്. ആരൊക്കെയാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ മുഖം വികൃതമാക്കാനായി ഇത്തരത്തിലുള്ള വേഷധാരികളായി എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന്റെ പക്കലുണ്ട്. സമീപ പ്രദേശത്തെ വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ട് പോലും പോലീസ് ഇവരുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നടത്തുന്നു. അതിനപ്പുറം നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പോലീസിന്റെ സമീപനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മതവിദ്വേഷം വളർത്താനുള്ള വർഗീയ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇതിന് പിന്നിൽ നടന്നു എന്ന് സംബന്ധിച്ചുള്ള ഒരു FIR ഇട്ട് കേസ് ഒതുക്കാനുള്ള ഒരു ശ്രമമാണ് പൂന്തുറ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉയരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായാണ് ഈ ഒരു ദൃശ്യങ്ങൾ ഒരു മാധ്യമം പുറത്തുവിടുന്നത്. ജനം ടിവിയാണ് പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ ഇനി കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ അതല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ നേതാക്കളുടെ കയ്യിലേക്ക് ഒരു പക്ഷേ എത്തിയാൽ ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലെക്സ് കുത്തിക്കീറിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതി മാത്രമാണ് അവിടെയുള്ള RSSന്റെ പ്രവർത്തകർ പൂന്തുറ പോലീസിന് നൽകിയിരുന്നത്. പക്ഷേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതും ഇത് നമ്മൾ നിലവിൽ സംരക്ഷണം ചെയ്യുന്നതും. എന്തായിരുന്നാലും
ഈ വിദ്യാർത്ഥികൾ എത്തിയത് കൃത്യമായ പദ്ധതിയോടുകൂടി, കൃത്യമായ പ്ലാനോടുകൂടി അർദ്ധരാത്രി തന്നെ കൃത്യമായി അവർ സമയം കണ്ടെത്തുന്നു. ഈ ഒരു വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ്, അത്തരത്തിലുള്ള ഒരു ജംഗ്ഷനാണ് ആ ഒരു സ്ഥലം. ആ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു കൂസലുമില്ലാതെ ഈ വിദ്യാർത്ഥികളെത്തി മറ്റു സ്ഥലത്തുനിന്ന് വാഹനം, ഒരു റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ, മറു സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ, മറ്റാരെങ്കിലും നടന്നു വരുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു കത്തി കൊണ്ടുവന്ന് ഭാരതാംബയുടെ ആ മുഖം വികൃതമാക്കാനായി കുത്തുന്നു. ഉടനെ തന്നെ അവർ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. സമീപ പ്രദേശത്തെ ഒരു പറമ്പിൽ അവർ കൊണ്ടുവരുന്ന കത്തി ഉപേക്ഷിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മതവിദ്വേഷവും വർഗീയ സംഘർഷവും നടത്താനുള്ള ശ്രമം തന്നെയാണ് ഈ വേഷധാരികളായി എത്തിയ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് പോലീസിൽ നിന്ന് പോലും ലഭിച്ചിരിക്കുന്ന വിവരം ഈ ഒരു കേസിനെ ഒതുക്കി തീർക്കാനും ചർച്ച നടത്തി ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പോലീസിന് നടപടികളിലേക്ക് കടക്കാമായിരുന്നു. ആ നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഇടപെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യം. ഇവർ നടത്തിയ ആ കുറ്റകൃത്യത്തെക്കാൾ ഉപരി അവരുടെ അതിന് പിന്നിലെ മോട്ടിവേഷൻ എന്തായിരുന്നു, അവരുടെ വികാരം എന്തായിരുന്നു എന്നതാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ഒരു ഉന്നത രാഷ്ട്രീയ ഇടപെടലുകൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിലേക്ക് അറസ്റ്റിലേക്കോ ഇവരിലേക്കുള്ള നടപടിയിലേക്കോ നീങ്ങാത്തതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ ഒതുക്കി തീർത്താൽ അത് വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒതുക്കി തീർക്കാതെ നമുക്ക് PC ജോർജ് ഇപ്പോൾ തത്സമയം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, തിരുവനന്തപുരം ആറ്റുകാലിലാണ് ഫ്ലെക്സ് ബോർഡിലെ ഭാരതാംബയുടെ ചിത്രം ഇങ്ങനെ വികൃതമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ജനം TV-ക്ക് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ ആ ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തിനുള്ള ശ്രമമാണ് നടന്നത് എന്നത് വ്യക്തമാണ്. ആശങ്ക വർദ്ധിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ്. അത് ഞാൻ ഓർക്കാൻ ഈ ആറ്റുകാൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലും എല്ലായിടത്തും ഒരു സൗമ്യതയുണ്ട്. കേരളത്തിൽ ഇത് മുഴുവൻ പിടിച്ചടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരു സമൂഹം ഇറങ്ങിയിരിക്കുകയാണ്. അത് അവരെ 3 വയസ്സുള്ള പോലെ പഠിപ്പിക്കുന്നത് എന്താ? മറ്റു മതസ്ഥരെ ചെറുപ്പെടുത്തിയാണെങ്കിലും മുസ്ലിം ആക്കണം, അങ്ങനെ പഠിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യും? അത് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഇതിൽ കൂടുതൽ വൃത്തികൾ കാണിക്കും. അത് അവരുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരെ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്. മതപഠന ക്ലാസ്സുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ. മതപഠന ക്ലാസ്സുകളിൽ നടക്കുന്ന എന്താ? ഉദാഹരണം പറയാം. ഞാൻ അതിനെ മലയാളീകരിച്ച് വായിച്ചപ്പോൾ ഞാൻ ഞടുങ്ങിപ്പോയി. ഖുർആൻ ഉൾപ്പെടെ പുസ്തകങ്ങൾ വായിച്ച് പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അതിൽ പറഞ്ഞു ഒരെണ്ണം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എതിരാളി ഒരു മനുഷ്യനോട്, മുസ്ലിം അല്ലാത്തവരോട് നീ മുസ്ലിം ആണെന്ന് ആവശ്യപ്പെടണം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊന്നുകൂടി ആവശ്യപ്പെടണം. എന്നിട്ട് അവൻ സമ്മതിച്ചില്ലെങ്കിൽ മൂന്നാമത് ചോദിക്കുക. സമ്മതിച്ചില്ലേ അന്നേരം തല വെട്ടിക്കളയാൻ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തല വെട്ടിക്കളഞ്ഞാൽ വേദനിക്കുന്ന പേടിക്കണ്ട. കാരണം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തിൽ കേടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചു മാറ്റുന്നില്ല, ആ വേദന അനുഭവിക്കുക. അത്രേ ഉള്ളൂ ഇതിനകത്ത് അർത്ഥം. അതായത് മുസ്ലിം ആകുന്നില്ലെങ്കിൽ അവനെ വെച്ചിട്ട് കാര്യമില്ലെന്നാണ് ഈ പഠിപ്പിക്കുന്നത്. അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ ഭാരതാംബയുടെ പടം അടിച്ചു തകർക്കാതിരിക്കും ഇവരൊക്കെ. ഇതൊക്കെ വലിയ അപകടകരമായ നിലയിലേക്കാണ് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പോ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അതില് 450 ക്രിസ്ത്യാനി, ബാക്കി ഹിന്ദു 610 ഹിന്ദു കുടുംബങ്ങളാണ്. അവിടെ ഇപ്പൊ എന്താ, മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുക പ്രശ്നം പരിഹരിക്കുക. അവിടെ മെത്രാന്മാരുമായിട്ട് മുസ്ലിം ലീഗും മെത്രാന്മാരും ചർച്ച ചെയ്താൽ പ്രശ്നം തീരുവോ? മോദിജി ബില്ല് കൊണ്ടിരുന്ന നിയമം കൊണ്ടിരുന്നുണ്ട്. മോദിജി ആ നിയമം പാസ്സാക്കാതെ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇവിടുത്തെ വഖഫ് നിയമം ഭേദഗതി ചെയ്തേ പറ്റൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ കേന്ദ്രം ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം ലീഗിന്റെ പാണക്കാട്ട് ഇണക്കാട്ട് തങ്ങളെ മനസ്സിലാക്കാൻ ഇറങ്ങിയിരിക്കുക. കുഞ്ഞാലിക്കുട്ടി എല്ലാം ഉണ്ട്. നമ്മുടെ ബിഷപ്പന്മാർക്ക് അതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് അവരെ കുറ്റപ്പറയല്ല. ബിഷപ്പന്മാർ കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. ബിഷപ്പന്മാരെല്ലാം കൂടെ ഈ ലീഗായിട്ട് ചർച്ച എന്താ മര്യാദ? ഇവരാൾ ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമാണോ അത്?
അതായത് ഗവൺമെന്റ് പറഞ്ഞല്ലേ അത് പകരഭൂമി കൊടുക്കാതെ കൊടുത്തിരിക്കുന്ന പ്രശ്നമാണത്. ഏതെങ്കിലും ഒരുത്തൻ ഇത് വക്കഭൂമിയാണെന്ന് പരാതി കൊടുത്ത വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചാൽ 2007 മുതൽ കിടക്കുന്ന പ്രശ്നമല്ലേ ഇത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇവരെല്ലാം ഇത് എവിടെയാ തുടക്കം? ജവഹർലാൽ നെഹ്റു മുതൽ കുഴപ്പമാണ്, അറിയാമോ? പറയാൻ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് യുവന്മാർക്ക് അഴിഞ്ഞാടാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇവിടെ ഇന്ത്യ വിഭജനം വന്നു കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് ഇവിടുത്തെ മുസ്ലിം സഹോദരൻ ഒത്തിരി പേര് പാകിസ്ഥാനിലേക്ക് കുടിയേറി. ആ സ്ഥലങ്ങളെല്ലാം ജവഹർലാൽ നെഹ്റുവാണ് വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. അയക്ക് എന്താ അതിന് അധികാരം? ഇന്ത്യ ഭാരത സർക്കാരിന്റെ ഭൂമിയെല്ലാം കൂടെ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തതാരാ? നെഹ്റു 54 മര്യാദ അയാളെ കാണിച്ചത്. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നരാ, ഏറ്റവും വലിയ ഭൂസമ്പന്നരാ കേരളത്തിൽ ഇന്ത്യയില് റെയിൽവേയാ. രണ്ടാമത്തെ സമ്പന്നരാന്നറിയാമോ? നമ്മുടെ പട്ടാളമാണ്. മൂന്നാമത്തെ ഭൂ ഉടമ എന്ന് പറയുന്നത് വഖഫ് ബോർഡാണ്. ഒന്ന് ആലോചിച്ച്. ഇപ്പോഴത്തെ നിലയിൽ ഇവന്മാരെ ഈ ഭൂകൃതരായിട്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുക, ഭൂമി പിടിച്ചു പറിക്കാൻ ഇവന്മാർ ഇറങ്ങിയിരിക്കുന്ന നയം നടന്ന ഇപ്പം നരേന്ദ്രമോദിയുടെ മോദി ആ നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യം അമരമാക്കി മാറ്റും. മനസ്സിലായോ? ഏതായാലും ആ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മോദിജി അവിടെ വന്നു മാത്രം കണക്കാക്കിയാൽ മതി. ഇവിടെ ഇവനെ പോലുള്ളവരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ. അല്ലാതെ തീരുകരുത് ഒരു കാരണവശാലും. പക്ഷേ ഇവിടെ ഈ അടുത്ത കാലത്തല്ല ഒരു സംഭവത്തില് പോലീസ് വിളിച്ച് സംസാരിച്ച് വെറുതെ വിട്ടു പോരെ. ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കാൻ പറഞ്ഞ് വിട്ടെന്ന് എന്നെ കേസെടുത്ത് ഇപ്പൊ അകത്തു പോകാൻ പോവുക. മനസ്സിലായോ? അത് സ്ട്രോങ് നിലപാട് സ്വീകരിക്കുന്ന നിലപാട് വേണം. ഈ കുഞ്ഞുങ്ങൾ ആരാണെന്ന് നോക്കാതെ കുഞ്ഞുങ്ങളെ മാത്രമല്ല, കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കാരണവന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനിതൊക്കെ ചെവുകുച്ചിക്ക് അടിയും കൊടുത്ത് കേസ് എടുക്കണമെന്ന് എന്റെ അഭിപ്രായം. അപ്പോഴേ ഇത് തീരുള്ളൂ. തന്തമാർക്ക് ഇത് മക്കളെ മര്യാദ പഠിപ്പിച്ചില്ലേ കുഴപ്പമാണ്. ഇങ്ങനെ വിവരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് മറ്റു മതങ്ങളെ തകർക്കുന്ന നിലപാടിലേക്ക് പോകാൻ പാടില്ലെന്ന് മക്കളെ പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഈ തന്തമാർക്കും തള്ളമാർക്കും ഉണ്ടാകണം. തന്തയും തള്ളം പിടിച്ച് ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ പി സി ജോർജ് പ്രതികരിച്ചതിന്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അത്തരത്തിൽ വളരെ രൂക്ഷമായിരുന്നു. ഈ ഒരു സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ ഇടപെടലുകൾ ഏതൊക്കെ തലത്തിൽ നടത്തണം എന്നുള്ള കാര്യം വിനീഷിനോട് നമ്മൾ ചോദിച്ചു വരികയായിരുന്നു. വിനീഷ്, ഈ ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് വിനീഷ് സൂചിപ്പിച്ചല്ലോ. അതങ്ങനെ ഒതുക്കി തീർത്താൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കപ്പെടാതിരുന്നാൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതിപ്പോൾ നമ്മളോട് സംസാരിച്ച എല്ലാ അതിഥികളും ചൂണ്ടിക്കാണിച്ച വിഷയവും അത് തന്നെയാണ്. ഈ ആശങ്ക ദൂരീകരിക്കപ്പെടണം, കൃത്യമായ വഴിയിലൂടെ നടത്തപ്പെടണം, മതപഠനം നിയന്ത്രിക്കപ്പെടണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ അത് ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത് ഒതുക്കി തീർത്താൽ ഈ സംഭവം മാത്രമായിരിക്കും ഒതുങ്ങി തീർക്കുക. പക്ഷെ ഇതിന്റെ പിന്നാലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടാകില്ലല്ലോ. തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ അല്പസമയം മുമ്പ് അഭിപ്രായം പറഞ്ഞ പി സി ജോർജ് പറഞ്ഞതിന് സമാനമായ സംഭവം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ പോലീസിന്റെ അലംഭാവവും മനോഭാവവും കാണുമ്പോൾ നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ഒരുപക്ഷെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവർക്ക് ഇനി ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു സംഭവമായി കേസ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തുണ്ടാകുക. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള മറ്റൊരു ആശയത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വികാരം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഒരു കാരണവശാലും പോകില്ല. ഇത്തരം വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ കൃത്യമായ നടപടിയാണ് വേണ്ടത്. പോലീസ് ഒരു FIR ഇട്ട് തൽക്കാലത്തേക്ക് പൊതുസമൂഹത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നതിനപ്പുറം മറ്റു നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പൂന്തറ പോലീസിന് കൃത്യമായി ഈ വിദ്യാർത്ഥികളുടെ മുഖം ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ നടത്തിയതിന് പിന്നിലുള്ള അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളും ലക്ഷ്യവും കൃത്യമായി മനസ്സിലാക്കിയ പോലീസാണ് കഴിഞ്ഞ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസിന്റെ പക്കൽ ഈ CCTV ദൃശ്യങ്ങൾ വ്യക്തമായി ഉണ്ട്. ആ CCTV ദൃശ്യങ്ങളുടെ
അടിസ്ഥാനത്തിൽ പോലീസിന് പ്രതികൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട്. പക്ഷേ പോലീസ് നടപടി സ്വീകരിക്കില്ല. പൂന്തുറ പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. ഉടനെ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ലഭിക്കുമ്പോൾ പോലീസിന്റെ പൂന്തുറ CI അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം എന്താണ് നടപടി എടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിലേക്ക് വിഷയങ്ങൾ ആരായിരുന്നു. അതിന് പിന്നാലെ തൊട്ടു പിന്നാലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിഷയം ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കമ്മീഷണർ ഓഫീസിൽ വരെ ഈ ഒരു ദൃശ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ ഉന്നതതല പരിശോധനകൾ നടത്തി. ആ പരിശോധനകൾക്ക് ശേഷം ഇവരെ പിടികൂടാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇതിന് പിന്നിൽ ഒരു മതത്തെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വേഷധാരികളായ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്താൽ ഇവരെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വികാരം കുത്തി നിറച്ചത് ആരാണെന്ന ചോദ്യമായിരിക്കും പൊതുസമൂഹത്തിൽ നിന്നുണ്ടാവുക. ആ ചോദ്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവരെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് പോലീസ് നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ കൃത്യമായ ഒരു പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി ഇവർ നടത്തിയ ഒരു കൃത്യമായ ഒരു അവരുടെ ഒരു മനോവികാരത്തിൽ നടത്തിയ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അവർ നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഭാരതാംബയുടെ മുഖം വികൃതമാക്കുന്നു. അത് കൃത്യമായി തന്നെ മുഖത്ത് തന്നെ കുത്തണം എന്നൊരു കൃത്യമായ ഒരു ഐഡിയോളജി അവരുടെ മനസ്സിലുണ്ട് എന്നാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊട്ടു പിന്നാലെ ആ തൊണ്ടി മുതൽ പോലും അവർ നശിപ്പിക്കാനായി അടുത്തുള്ള പറമ്പിലേക്ക് എറിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാഴ്ച. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇവർ നടത്തിയ ഒരു പദ്ധതി തന്നെയാണ്. തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും കൂടുതൽ പ്രതികരണങ്ങളിലേക്കും ഒക്കെ എത്തേണ്ടതുണ്ട്. അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വിശദമായി തന്നെ നോക്കാം. നമുക്കിനി ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തിരുവനന്തപുരം ആറ്റുകാലിൽ ഭാരതാംബയുടെ ചിത്രം വികൃതമാക്കി വിദ്യാർത്ഥികൾ. അക്രമികളുടേത് മതപഠന വിദ്യാർത്ഥികളുടെ വേഷം. കേസെടുത്ത് പോലീസ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിൽ ബംഗ്ലാദേശിന് അമേരിക്കയുടെ താക്കീത്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് മേലുള്ള അടിച്ചമർത്തൽ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ. റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിരെ ബ്രസീലിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ പ്രഖ്യാപനം. വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധം സാധാരണക്കാരെ ജനിച്ച മണ്ണിൽ നിന്നിറക്കുന്ന അധിനിവേശത്തിനെതിരെ. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ കളി പുറത്ത്. മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടില്ല. നിവേദനത്തിൽ ആവശ്യപ്പെട്ടത് ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തമായി കണക്കാക്കണമെന്ന് മാത്രം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് പരാതി. ഗുരുതര രോഗവുമായി എത്തിയ യുവതിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകിയെന്ന് കുടുംബം. ICUവിന് മുന്നിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. പാലക്കാട് നാളെ വിധിയെഴുതും. ഇന്ന് നിശബ്ദ പ്രചാരണം. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നാളെ. തലക്കെട്ടിൽ പുതുതായി വന്ന ഒരു വാർത്തയുണ്ട് രോഹിണി. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയ ശേഷം മറ്റു വാർത്തകളിലേക്ക് കൂടി വരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് കുടുംബം ആരോപിക്കുകയാണ്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ല എന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ICUവിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പേരാമ്പ്ര സ്വദേശി രജനിയാണ് മരിച്ചത്. സംഭവത്തിൽ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ
ആരോഗ്യമന്ത്രി ഇടപെട്ടിരുന്നു. അപ്പോൾ ഈ വാർത്തയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. കാരണം ശരീരവേദനയ്ക്ക് ചികിത്സയ്ക്ക് എത്തുന്നു, പക്ഷെ മാനസിക രോഗത്തിനുള്ള മരുന്ന് നൽകുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി? സംഭവിക്കാൻ പാടില്ലാത്തത്, കാരണം ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്ന പിഴവ് ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെ. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ബന്ധുക്കളുടെ നിലപാട് എന്താണ്? അവരിങ്ങനെ ഒരു ആരോപണം വെറുതെ ഉന്നയിക്കില്ലല്ലോ. അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വീണ, നമുക്കറിയാം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇത് പുത്തരിയല്ല, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരാതികളല്ല. ഈ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഒക്കെ ഇങ്ങനെ നിരന്തരം നടക്കുകയാണ്. ഇതിലൊക്കെ ആരോഗ്യമന്ത്രി ഒരു റിപ്പോർട്ട് തേടി കാര്യങ്ങൾ ഒതുക്കുകയാണ് എന്നൊരു സംശയവും നിഴലിക്കുന്നുണ്ട്. കാരണം കൃത്യമായ നടപടികൾ അതത് സമയങ്ങളിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറയ്ക്കാമായിരുന്നു. ഒരു ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. വീണ, നമുക്കെന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതിയാണ് മരിച്ചത്. ചികിത്സാ പിഴവെന്നാണ് നിലവിൽ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. കാരണം ശരീരവേദനയ്ക്ക് എത്തിയ ഈ യുവതിക്ക് നൽകിയ മരുന്ന് മാനസികാസ്വാസ്ഥ്യത്തിനുള്ളതായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൂട്ടാളി സ്വദേശിയായിട്ടുള്ള രജനിയെ ചികിത്സ തേടുന്നത് 4-ാം തീയതി ആശുപത്രിയിലെത്തിയെങ്കിലും അവരെ മടക്കി അയച്ചു. പിന്നീട് വീണ്ടും ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രജനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രജനിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആശുപത്രിയിലെ രജനിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. പിന്നീട് ഏറ്റവും ഒടുവിൽ ഡോക്ടർ പറഞ്ഞത് രജനിക്ക് മാനസിക രോഗമാണെന്നും പിന്നീട് അതിനെ തുടർന്ന് അതിനുമായി ബന്ധപ്പെട്ട ചികിത്സയായിരുന്നു രജനിക്ക് നൽകിയത്. പിന്നീടാണ് ഈ ചികിത്സ കൂടി ലഭിച്ചതോടുകൂടിയാണ് രജനിയുടെ ശാരീരികാവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. അന്നു മുതൽ തന്നെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണമാണ്, അതായത് മാനസിക രോഗിയല്ലാത്ത രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സ നൽകി എന്നത്. എന്നാൽ ഇന്ന് രാവിലെ 2:30 ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. രജനിയുടെ കുടുംബം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? എന്താണ് ഇതിന് യഥാർത്ഥ ചിത്രം എന്ന് നമുക്ക് അവരോട് ചോദിക്കണം. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം 4-ാം തീയതിയാണ് രോഗീനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അന്നേ ദിവസം തന്നെ നാവിന് തരിപ്പും കാലിന് വേദനയായിട്ടാണ് രോഗി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ അവർ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരൊക്കെ കണ്ടു. അന്നേ ദിവസം തന്നെ വീട്ടിലേക്ക് നമുക്ക് ശബ്ദ സംപ്രേഷണത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന കുടുംബത്തിന്റെ ആരോപണം. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് വീണ്ടും പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരീരവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്തായാലും അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ട്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട കുടുംബം ICUവിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പേരാമ്പ്ര സ്വദേശിനിയായ രജനിയാണ് മരിച്ചത്. നേരത്തെ മരുന്ന് മാറി നൽകിയ വാർത്ത ജനം TV സംപ്രേഷണം ചെയ്തിരുന്നു. ഇതിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ചികിത്സാ പിഴവ് കാരണമാണ് യുവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഇതിനു മുൻപും പല രീതിയിലുള്ള പരാതികൾ ഉയർന്നതാണ്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവം, അതിൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഹർഷിന നിരന്തരം അത് സമരം ചെയ്യുകയും സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തുവെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. അതുമാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ കാര്യവും നമുക്കറിയാവുന്നതാണ്. പാലക്കാട് അല്ലേ, ഇനി
ഒരു ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. കൊട്ടിക്കലാശം അവസാനിച്ചു. അതെ. വോട്ടെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കുക. ഒരു ദിവസം ഒന്ന് പൂർണ്ണമായും പറയാൻ ആകില്ല അല്ലേ. എങ്കിൽ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാട് വികസനം മാത്രം ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയോടൊപ്പം ശിവദാസ് കന്മനം ചേരുന്നു. ആ റിപ്പോർട്ട് കാണാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം തന്നെ കഴിഞ്ഞു. ഇന്നലെ കൊട്ടിക്കലാശം സമാപിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവസാന വട്ട പ്രചാരണത്തിലാണ്. അതായത് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ ഇവിടെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങൾ അതുതന്നെയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ട്രോളി വിവാദവും സ്ഥാനാർത്ഥി നിർണയവും അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രചാരണത്തിൽ സജീവമായിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾ അത്തരത്തിൽ വികസനം അജണ്ടയാക്കിയുള്ള പ്രചാരണത്തിൽ തന്നെ മുൻനിർത്തിയാണ് ഇപ്പോൾ സി കൃഷ്ണകുമാർ അവസാനവട്ട പ്രചാരണത്തിലാണ്. നിശബ്ദ പ്രചാരണത്തിൽ അവസാനക്കാൽ ഇപ്പോൾ അഗ്രഹാരത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇങ്ങനെ ഈ ഒരു ഇന്നെങ്ങനെ നിശബ്ദ പ്രചാരണത്തിൽ എങ്ങനെയൊക്കെയാണ് പരമാവധി വീടുകളിൽ എത്തുക എന്നുള്ളത്? കാലത്ത് മുനിസിപ്പൽ പരിധിയിലും അവിടെ ഉണ്ടോ? ഇവിടെയൊക്കെ മുനിസിപ്പൽ പരിധിയിലും ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തുകളിലുമാണ്. പിരായിരി, മാത്തൂര്, കണ്ണാടി പഞ്ചായത്തുകളിലും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണത്തിനിടയിൽ വിട്ടുപോയ സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. രണ്ടാളെയും കൂടിയിട്ട് അപ് ടൗണിൽ കണ്ടു. കഴിഞ്ഞ ടീച്ചർ, മോഹൻ, മരുമകളൊക്കെ ഞാൻ രാത്രി ഞാൻ അപ് ടൗൺ നിങ്ങൾ ഇറങ്ങി ഞാൻ വരുമ്പോൾ നിങ്ങൾ ഇറങ്ങി. ടീച്ചർ അവിടെ എല്ലാവരും കൂടിയിട്ട് അപ് ടൗണിൽ നിന്ന് രാത്രി ഒരു 10-11 മണിയായി. ഇങ്ങനെ അദ്ദേഹം ഈ ജനങ്ങളോട് നേരിട്ട് സംവദിച്ചുകൊണ്ട് തന്നെ ഈ നേരിട്ട് കളത്തിൽ ഇറങ്ങി എല്ലാവരെയും അവസാന നിമിഷങ്ങളിൽ ഈ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി അവസാന സമയങ്ങളിൽ നേരിട്ട് തന്നെ കണ്ട് പ്രചാരണം ഉറപ്പിക്കുകയാണ്. ഓടി നടന്നുള്ള ഒരു പ്രചാരണമാണ്. കാരണം ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കും. അതിൻ്റെ തയ്യാറെടുപ്പുകൾ എല്ലാം തന്നെ നിലവിൽ സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിക്ടോറിയ കോളേജിൽ അടക്കം മറ്റ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവസാനഘട്ട പ്രചാരണത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കിലാണ് അവർ. ഇന്ന് ഒരു ഒറ്റ ദിവസം മാത്രമാണ് ഈ പ്രചാരണത്തിന് ഉള്ളത്. ഈ പ്രധാനമായും എൻ ഡി എ സ്ഥാനാർത്ഥി പറയുന്നത് വികസനം തന്നെയാണ് ഈ ഒരു മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്തുകൊണ്ടാണ് ജനങ്ങളെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജനങ്ങളെ സമീപിച്ചത് അത് വോട്ടായി മാറും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഈ അവസാന നിമിഷത്തിലും ആ കാര്യം തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ആ വികസനം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ അടക്കം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ആ വികസനം വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവസാന നിമിഷത്തിലും അദ്ദേഹം ഉള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും സജീവമായി തന്നെ പ്രചാരണ പ്രവർത്തന രംഗത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ കൂട്ടായ്മയിലൂടെയാണ് എന്നത് അവസാന വട്ട പ്രചാരണം. ഒരു വികസനം തന്നെ അത് വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണല്ലോ അല്ലേ? അതെ, നമ്മൾ മുന്നോട്ട് വെച്ച വികസന അജണ്ട, വികസന ചർച്ച, അത് പാലക്കാട്ടിലെ ജനങ്ങൾ ഏറ്റെടുത്തു. രണ്ട് മുന്നണികൾക്കും വിവാദങ്ങൾ വിട്ടിട്ട് വികസനം ചർച്ച ചെയ്യേണ്ടി വന്നു. അവരിന്ന് പ്രതിരോധത്തിലാണ്. കാരണം അവരുടെ കാലത്ത് നിന്ന് നടന്ന വികസനങ്ങളെ സംബന്ധിച്ച് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. മറിച്ച് പാലക്കാടിൻ്റെ വികസന മുരടിപ്പ് ഉത്തരവാദികൾ അവരാണെന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇന്ന് ബോധ്യമായിട്ടുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. വികസനം വോട്ടായി മാറും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി കൃഷ്ണകുമാർ ഉള്ളത്. അങ്ങനെ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാടിൻ്റെ മനസ്സ് ആർക്കൊപ്പം എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചരണമാണ്. അവസാന നിമിഷങ്ങളിലും വികസനം ചർച്ചയാക്കി കൊണ്ട് തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വീടാന്തരം വോട്ടർമാരെ കാണുന്നതിനായി പോകുന്നത്. നമ്മളോടൊപ്പം ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്ന് നിശബ്ദ പ്രചരണം, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരിക്കും. വികസന അജണ്ട തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുന്നത്. നിശബ്ദ പ്രചരണമാണെങ്കിൽ പോലും എത്രത്തോളം ആവേശം അലയടിക്കുന്നുണ്ട് പാലക്കാട്?
രോഹിണി, ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. അവസാന വട്ടം വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. കാരണം ഇന്ന് ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. പാലക്കാട് നാളെ വിധിയെഴുത്തിലേക്ക് പോവുകയാണ്. 23-ാം തീയതിയാണ് റിസൾട്ട് അറിയുക. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിലും ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഈ നിശബ്ദ ദിനത്തിലും ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളും ഇന്ന് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയുള്ള വോട്ടഭ്യർത്ഥനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താരേക്കാട് അഗ്രഹാരത്തിലാണ്. ഇവിടെയാണ് രാവിലെ മുതൽ തന്നെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഉള്ളത്. അതിനുശേഷം അദ്ദേഹം കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് പോകും. മറ്റ് അഗ്രഹാരങ്ങളിലും അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തും. അതായത് നിശബ്ദ പ്രചാരണം. അവസാന നിമിഷത്തിൽ ഓടുകയാണ് അദ്ദേഹം. അതായത് എല്ലാവരെയും നേരിട്ട് കണ്ട് തന്നെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥി തന്നെ ഉണ്ട് ഇപ്പോൾ കൂടെ. എങ്ങനെ ഈ അവസാന നിമിഷത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ഓരോരുത്തരെ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിൻ്റെ ഒരു തിരക്ക് കൂടിയും ഉണ്ട്. എന്തായാലും വികസനം തന്നെ ചർച്ചയാക്കിയിട്ടുള്ള പ്രചാരണമാണ് അദ്ദേഹം മുഴുനീളം ഈ ഒരു മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അത് വോട്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. കാരണം മറ്റ് 2 മുന്നണി സ്ഥാനാർത്ഥികളും വികസനം മാറി പല വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്തപ്പോൾ NDA തുടക്കം മുതൽ തന്നെ വികസനം ചർച്ചയാക്കി തന്നെയായിരുന്നു അദ്ദേഹം മുന്നേറിക്കൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികസനം വോട്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം നമുക്കറിയാം പാലക്കാട് നഗരസഭയിൽ ഭരിക്കുന്നത് NDA ആണ്. അതുകൊണ്ട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ജനങ്ങളുടെ കൺമുൻപിൽ ഉണ്ട്. അതെല്ലാം തന്നെ വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ തവണ വെറും വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം NDAക്ക് നഷ്ടമായത്. 3859 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ മെട്രോമാൻ E. ശ്രീധരൻ ഈ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. അത് ഇത്തവണ മറികടന്ന് ഒരു സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ NDA നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതെല്ലാം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മറികടന്നുള്ള ഒരു പ്രചാരണം തന്നെയാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ രംഗത്തുണ്ടായിരുന്നു. ഘടകകക്ഷികൾ എല്ലാം തന്നെ ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സജീവമായ ഒരു പ്രചാരണ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ സജീവമായി തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് ഒരു രാവും പകലും ഇല്ലാതെയുള്ള ഒരു ഓട്ടത്തിൽ തന്നെ ആയിരുന്നു സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ. ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് ഇത്തവണ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് NDA ക്യാമ്പ് പൂർണ്ണമായും ഉള്ളത്. K. സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. മറ്റ് 2 മുന്നണികളും വികസന ചർച്ച ചെയ്തിരുന്നില്ല. പ്രധാനമായും നിരവധി വിഷയങ്ങളായിരുന്നു, വിവാദ വിഷയങ്ങളായിരുന്നു തുടക്കത്തിൽ അവർ ചർച്ച ചെയ്തിരുന്നത്. ട്രോളി ബാഗ് അടക്കമുള്ള പ്രശ്നങ്ങൾ UDFനെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ UDFനുള്ളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ തുടക്കത്തിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഡോക്ടർ P. സരിൻ രംഗത്തെത്തി. അതിനെതിരെ തുടർച്ചയായി തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചു. പിന്നീട് സരിൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. അതായത് ഇടതുപക്ഷത്തിന് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇല്ലാത്ത ഒരു ഗതികേടിലേക്ക് അവർ മാറി. P. സരിനെ അവർക്ക് സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. അങ്ങനെ ഇടതുപക്ഷത്തിനുള്ളിൽ അത് വലിയ വിമർശനം ഉണ്ടാക്കി. കാരണം അവർക്ക് ചിഹ്നമില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് P. സരിൻ മത്സരിക്കുന്നത്. അത് ഒരു വലിയ വിഭാഗത്തിൽ എതിർപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി. അങ്ങനെ നിരവധി വിഷയങ്ങൾ 2 മുന്നണികളെയും ബാധിച്ചിരുന്നു. ഇതുതന്നെയായിരുന്നു അവരുടെ പാർട്ടിക്കുള്ളിലുള്ള ഒരു ചർച്ച. ഏകദേശം അവസാന നിമിഷങ്ങളിൽ മാത്രമാണ് അവർ വികസനം ചർച്ച ചെയ്ത് മുന്നോട്ട് പ്രചാരണ രംഗത്ത് സജീവമായത്. എന്തായാലും ഇതെല്ലാം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. NDAയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം വളരെ സജീവമായ ഒരു പ്രചാരണ പ്രവർത്തനം ഇത്തവണ സീറ്റ് ഉറപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രചാരണ പ്രവർത്തനമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കഴിഞ്ഞ തവണ ചെറിയൊരു വോട്ടിന് നഷ്ടമായ ഈ ഒരു മണ്ഡലം ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു ഓരോ പ്രവർത്തകരും ഉണ്ടായിരുന്നത്. മഹിളാ പ്രവർത്തകർ അടക്കം അത്തരത്തിലുള്ള സജീവമായ
ശക്തമായ ഒരു പ്രചാരണമാണ് ഈ ഒരു മണ്ഡലത്തിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. അത്തരത്തിൽ NDA സർക്കാരിൽ നിന്നുമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നൊരു ശുഭപ്രതീക്ഷയുണ്ട്. നമ്മൾ NDA സ്ഥാനാർത്ഥിയോട് തന്നെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇവിടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വന്ദേ ഭാരത് ട്രെയിൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. 2 മാസത്തിനകം തന്നെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ പ്രാബല്യത്തിൽ വരും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ആ രീതിയിൽ ദേശീയ നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ജനുവരി 15-നുള്ളിൽ തന്നെ അത്തരത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ സർവീസ് ആരംഭിക്കും. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് അദ്ദേഹം പ്രധാനമായ ഒരു നിർണായക പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഇവിടെ മെട്രോമാൻ E. ശ്രീധരൻ മത്സരിച്ച സമയത്ത് അദ്ദേഹം കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു പാലക്കാടിൻ്റെ വികസനത്തിന് വേണ്ടി. ആ മാസ്റ്റർ പ്ലാൻ അടക്കം ഇവിടെ കൊണ്ടുവന്ന് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇവിടെ ചെയ്തു തീർക്കും. അത്തരത്തിലുള്ള ഉറപ്പ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. NDA തെരഞ്ഞെടുത്താൽ അത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ജനങ്ങളെയും അവസാന നിമിഷങ്ങളിലും ബോധ്യപ്പെടുത്താനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും C. കൃഷ്ണകുമാർ ഉള്ളത്. അതെ, തീർച്ചയായും ശിവദാസ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണം, മുന്നണികൾ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവും. വലിയ കൊട്ടിഘോഷങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും വളരെ സജീവമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ NDA സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വികസനം ചർച്ച ചെയ്യേണ്ടി വന്നു. അങ്ങനെ വികസനം ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ പിന്നോട്ട് വലിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇരു മുന്നണികളും പോയി എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക്. നമ്മൾ വളരെ സജീവമായി തന്നെ ഒരു പക്ഷേ ജനം TV മാത്രം ചർച്ച ചെയ്യുന്നു എന്ന് പ്രേക്ഷകർ ആവർത്തിച്ച് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് താനും. വഖഫ് അധിനിവേശം. സംസ്ഥാനത്ത് നടക്കുന്ന വഖഫ് അധിനിവേശത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. പ്രതിഷേധ തിര എന്ന പേരിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരെ ജനിച്ച മണ്ണിൽ നിന്നിറക്കുന്ന അധിനിവേശത്തിലെ സർക്കാർ മൗനത്തിനെതിരെയാണ് പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം വഖഫ് വിഷയത്തിൽ ആദ്യം മുതൽക്കേ തന്നെ BJPയുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. മുനമ്പം വിഷയത്തിലടക്കം ശക്തമായ പ്രതിഷേധം തന്നെയാണ് BJP സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പ്രതിഷേധ തിര എന്ന പേരിൽ തന്നെയാണ് നടത്തുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധ തിര എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേരിലാണ് വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ BJP പ്രതിഷേധം ശക്തമാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുനമ്പത്തും ചെല്ലാനത്തും ഒക്കെ BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ നടന്നതും നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. സമാനമായ രീതിയിലാണ് ഇടത് വലത് മുന്നണികൾ ഈ ഒരു വിഷയത്തിൽ സ്വീകരിക്കുന്ന മൗനം, ഒപ്പം ഇരട്ടത്താപ്പ്, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് BJP. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ പ്രതിഷേധ തിര എന്ന പേരിൽ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ തിരയിൽ പങ്കെടുക്കുകയും ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനാണ് ഈ ഒരു പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. മുനമ്പം ചെല്ലാനം അടക്കമുള്ള മേഖലകളിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജനിച്ച മണ്ണിൽ നിന്നും അവരുടെ ജന്മദേശത്ത് നിന്നടക്കം കുടിയിറക്കപ്പെടേണ്ട ഒരു ആശങ്ക അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം, ഒപ്പം തന്നെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് അത് മാറ്റി നിർത്തിക്കൊണ്ട് വഖഫ് ബോർഡിന്റെ അധിനിവേശത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ BJP രംഗത്തേക്ക് എത്തുന്നത്. ഒരു സൂചനാ സമരം എന്നോണമാണ് ഈ പ്രതിഷേധ തിര ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ തിര എന്ന പേരിൽ BJP പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം മേഖലയ്ക്ക് പിന്നാലെ ചെല്ലാനം അടക്കമുള്ള മേഖലകളിലേക്ക് വഖഫ് ബോർഡ് അധിനിവേശം നടത്തുന്നു. ഒപ്പം തന്നെ വിവിധ ക്ഷേത്രഭൂമി, ഒപ്പം തന്നെ വിവിധ
മേഖലകളിലടക്കം ഈ വഖഫിന്റെ അധിനിവേശം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം കൂടി പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കാര്യമായ രീതിയിലുള്ള ഇടപെടൽ സർക്കാർ നടത്തുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. പി രാജീവ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ, വഖഫ് ബോർഡിന്റെ ചെയർമാൻ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു അതിലൊരു ചർച്ച നടത്താൻ സർക്കാർ തലത്തിൽ ധാരണയായത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ചർച്ചകളൊക്കെ മാറ്റിവെക്കുകയും സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് അതിലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ 28-ാം തീയതിയാണ് വഖഫ് വിഷയത്തിൽ ഒരു ചർച്ച നടത്താം എന്ന രീതിയിലേക്ക്, അതും ഓൺലൈൻ ചർച്ച നടത്താൻ രീതിയിലേക്ക് സർക്കാർ എത്തിയിട്ടുമുള്ളത്. ഇതിലടക്കം പ്രതിഷേധം BJP അറിയിക്കുകയും ചെയ്തിട്ടുള്ള ഇതിലുള്ള വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ BJP കടക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു പൊതുവായ വിഷയമായി ഇതിനെ കാണണം എന്നുള്ള നിലപാട് BJP വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ അധിനിവേശം നടക്കുന്ന എല്ലാ മേഖലയിലെയും ജനങ്ങൾക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കാൻ BJP ഉണ്ട് എന്നുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ കഴിഞ്ഞ കാലങ്ങളിൽ നിലപാട് അറിയിച്ചതാണ്. ആ നിലപാട് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാരിന്റെ ഇരട്ടത്താപ്പിനും ഒപ്പം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന മൗനത്തിനുമെതിരെ BJP ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെതിരെ കൂടി വിമർശനവും പ്രതിഷേധവും ശക്തമാക്കി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തുന്നത്. രോഹിണി. ശരി ശാലിനി. അതേസമയം ഈ വഖഫ് അധിനിവേശത്തിനെതിരെ സിറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുനമ്പത്തെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ നടത്തിയ ആഹ്വാനത്തിന്റെ ആഘാതം വിട്ടൊഴിയാതെ LDFും UDFും പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിനിടയിലാണ് ലത്തീൻ മെത്രാൻ സമിതിയുമായി മുസ്ലിം ലീഗ് കൂടിക്കാഴ്ച നടത്തിയത്. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കും താല്പര്യമെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്നാണ് വിലയിരുത്തൽ. സുധീഷ് ചേർന്നു വിവരങ്ങളുമായി. സുധീഷ്, ഇത് രാഷ്ട്രീയ മാനങ്ങൾ എങ്ങനെ ഈ വഖഫുമായി ചേർത്ത് വെച്ച് വരുന്നു എന്നുള്ളത് കൃത്യമായി ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ വ്യക്തമാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായി ഒന്ന് അടുക്കിപ്പെറുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു പോക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ, കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ഈ മുനമ്പം സമരസമിതിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഈ കൂടിക്കാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പാണ് റാഫേൽ തട്ടിൽ എന്ന സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് ഈ സമരപ്പന്തലിലെത്തി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഇതുവരെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തിരുന്നോ അവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന ഒരു നിർബന്ധവുമില്ല, അതിൽ നിന്നും മാറ്റി ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം. ഇവർ ഇനിയും LDFും UDFും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരു ആഹ്വാനം ചെയ്തു. ഈ ഒരു ആഹ്വാനം അത് വിശ്വാസ സമൂഹങ്ങൾക്ക് മുമ്പിൽ വലിയ ഒരു മാറ്റത്തിൻ്റെ ചിന്തയാണ് തുറന്നു വിട്ടത്. അതിൽ വലിയ രീതിയിലുള്ള അങ്കലാപ്പ് LDFിനും UDFിനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അടിയന്തരമായി തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഇവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും നീട്ടിവെച്ചിരുന്ന 28-ന് തീരുമാനിച്ചിരുന്ന ഉന്നതതല യോഗം 22-നാക്കുന്നു എന്നും മറ്റും അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതേ സമീപനം തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അവിടെ BJP സ്ഥാനാർത്ഥിയുടെ ഒരു ജയസാധ്യത കൂടി കണക്കിലെടുത്താവണം അടിയന്തരമായി തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ, അത് സാദിഖലി തങ്ങളായാലും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ആയാലും ഇന്നലെ അടിയന്തരമായി ഈ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സാദിഖലി തങ്ങൾ തന്നെ പറഞ്ഞത് അടിയന്തരമായി സർക്കാർ ഇതിൻ്റെ പരിഹാരത്തിന് യോഗം വിളിക്കണം. ആ യോഗം വിളിച്ച ആ തീരുമാനം നിലനിൽക്കെ തന്നെ ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു കൂടിക്കാഴ്ച എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ഒരു പ്രതികരണം. തൊട്ടു പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഏറെ താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ ആശങ്ക മൊത്തം ഈ ഒരു സമൂഹത്തിൻ്റെ വോട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ LDFും UDFും സ്വീകരിക്കുന്ന നിലപാടിലുള്ള പ്രതിഷേധം BJP വോട്ടായി മാറുമോ, അവിടെ പാലക്കാട്ട് അത് C കൃഷ്ണകുമാറിൻ്റെ ജയത്തിന് കാരണമാകുമോ എന്ന വല്ലാത്ത ആശങ്ക കൊണ്ട് തന്നെയാണ് ഇന്നലെ അടിയന്തരമായി ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവിടെ പിണറായി വിജയനെ പോലും ന്യായീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവായ PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുകയും ചെയ്യുന്നത്. അതിലൂടെ LDFിന് വോട്ട് പോയാലും BJPയിലേക്ക് വോട്ട് പോകരുത്, ഇത്തരം പ്രശ്നങ്ങളിൽ LDFും UDFും എല്ലാം നിങ്ങൾക്കൊപ്പമുണ്ട്, BJPക്ക് അത് ഞങ്ങളില്ല എന്ന ഒരു ധാരണയിൽ വോട്ട് ചെയ്യരുതെന്ന ഒരു സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്നലത്തെ ഈ ഒരു കൂടിക്കാഴ്ച നടന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാക്കുകൾ
വാർത്തകളിൽ നിന്ന് പ്രസക്തമാണ്. ഒരു കാരണവുമില്ലാതെ മുഖ്യമന്ത്രിയെ തന്നെ അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാവ് ന്യായീകരിക്കുക, ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലെല്ലാം മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു സമീപനമാണ്. ആ സമീപനം ഗൂഢലക്ഷ്യം വെച്ചുള്ളതും വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായുള്ളതുമായ ആണെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കവും അതിനെ വിലയിരുത്തുന്നത്. ഇതിൽ ഏറ്റവും പറയേണ്ടത്, ഇന്നലെ കൊട്ടിക്കലാശം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തുക, അതിൻ്റെ വാർത്തകൾക്കൊപ്പം ഈ വാർത്തയും സമൂഹത്തിലേക്ക് പോവുക, അവിടെ മുഖ്യമന്ത്രിയെയും ഒപ്പം പ്രതിപക്ഷ നേതാവും എല്ലാം LDF-ഉം UDF-ഉം മുനമ്പം നിവാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അതിലൂടെ വോട്ട് ചോർച്ച തടയുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയായിരുന്നു അജണ്ട. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴും വഖഫ് ബോർഡ് മുനമ്പം ഭൂമിയും മറ്റും വഖഫ് ഭൂമിയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, എന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നും പറയുന്നു. അപ്പോൾ അത് തീർത്തും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച്, ഇല്ലെങ്കിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായി തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. വീണ. അതെ, സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വീണ, നമ്മൾ ഈ വാർത്തകളുടെ ബാഹുല്യത്തിനിടയിൽ വിട്ടുപോയ ചില അതായത് നമ്മൾ പുത്തൻപുലരി തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായി കമന്റ് ഇട്ടത് ശ്രീ പ്രകാശൻ വേലിക്കുട്ടിയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ കമന്റ് ബോക്സിൽ ഞങ്ങൾ കമന്റ് ഇടുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന്. ആ കമന്റ് മുതൽ ഇങ്ങോട്ട് ഞങ്ങളെല്ലാം വായിക്കുകയും ഓർത്തു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പിറന്നാൾ ആഘോഷം കമന്റ് ബോക്സിൽ നടക്കുന്നത് ശ്രദ്ധിച്ചു. പക്ഷേ നിങ്ങൾക്ക് വാർത്തകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളത് വായിക്കാൻ സമയം കിട്ടാതെ പോയതാണ്. RK വൈകുണ്ഠജി നമ്മുടെ പുത്തൻപുലരി തുടങ്ങിയ കാലം മുതൽ, ഒരുപക്ഷെ പുത്തൻപുലരി ഓരോ ദിവസവും തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മോടൊപ്പം സജീവമായി നിൽക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഈ പായസം ഉണ്ടാക്കുന്ന തിരക്കിലൊക്കെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ അടുക്കള എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്, സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. ഏതായാലും ഞങ്ങൾ ജനം കുടുംബത്തിന്റെ വക പിറന്നാൾ ആശംസകൾ നേരുകയാണ് താങ്കൾക്കും. ഇതെല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. വിവിധമായ പ്രതികരണങ്ങളും വിവിധ വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചല്ലോ, അതിലൊക്കെയുള്ള പ്രതികരണങ്ങളുമൊക്കെ അവർ വ്യക്തമാക്കിക്കൊണ്ട് എല്ലാം വായിച്ചിട്ടുണ്ട്. ഇനി രാജ്യം രാജ്യാന്തരം. ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിൽ ബംഗ്ലാദേശിന് അമേരിക്കയുടെ താക്കീത്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് മേലുള്ള അടിച്ചമർത്തൽ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ. ചിറ്റഗോങ്ങിൽ നടന്ന ഹൈന്ദവ പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് അതിക്രമത്തിലാണ് മില്ലറുടെ പ്രസ്താവന. പ്രതികരണം കണ്ടതിന് ശേഷം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. Engagements from here, but we have made clear to the government of Bangladesh, as we make clear to countries all around the world, that we support the right to peaceful protest, and that in no way should any government engage in violent crackdowns on peaceful protests. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിൽ ബംഗ്ലാദേശിന് അമേരിക്കയുടെ താക്കീതാണ് വന്നിരിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് മേലുള്ള അടിച്ചമർത്തൽ അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ഒരു വലിയൊരു മാറ്റത്തിൻ്റെ സൂചന കൂടി തന്നെയായാണ് ഈ പ്രസ്താവനയെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേൽക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ അതിശക്തമായി അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും അമേരിക്ക സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളാണ് അമേരിക്ക എന്നൊക്കെ പല ഗവേഷണങ്ങളും നിഗമനങ്ങളിലെത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. സ്വാഭാവികമായും സമാധാനപരമായ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിലെ അനിവാര്യതയാണ് എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാത്യു മില്ലർ ഈ പ്രസ്താവനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമുക്കറിയാവുന്നതാണ്. ചിറ്റഗോങ്ങിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ അതിക്രമങ്ങളിലൂടെ അടിച്ചൊതുക്കുന്ന ഒരു പോലീസിനെ ഉപയോഗിച്ച് ഒരു ഭാരതത്തിലൊക്കെ ഉണ്ടായിരുന്ന അടിയന്തരാവസ്ഥയുടെ സ്വഭാവത്തിൽ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു നീക്കം വളരെ ശക്തമായി ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. സ്വാഭാവികമായും അതിൽ ചില പരിമിതികളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അദ്ദേഹം അമേരിക്കയുടെ നിലപാട് തന്നെയാണ് പറഞ്ഞത്. വരാനിരിക്കുന്ന പ്രസിഡന്റിൻ്റെ നിലപാടും, അതായത് ട്രംപ് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ വളരെ കൃത്യമായി പറഞ്ഞ ഒരു നിലപാട് തന്നെയാണിത്. ആ നിലപാട് തന്നെ കൃത്യമായി മാത്യു മില്ലർ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക ബംഗ്ലാദേശ് സംബന്ധിച്ച് ബംഗ്ലാദേശ് വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായ സൂചന കൂടിയാണിത്. തീർച്ചയായും ലോകം മുഴുവൻ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഈ സാഹചര്യം, അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി മാത്യു മില്ലറുടെ പ്രസ്താവനയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി മണിപ്പൂരുമായി ബന്ധപ്പെട്ട വാർത്ത. മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്നും യോഗം ചേരും. 5000 അംഗങ്ങളുള്ള 50 കമ്പനി കേന്ദ്രസേനയെ കൂടി മണിപ്പൂരിലേക്ക് വിന്യസിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിൽ എത്തിയിട്ടുണ്ട്. ഏറ്റെടുത്ത 3 കേസുകളിൽ NIA അന്വേഷണം ഉടൻ ആരംഭിക്കും. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്, CRPF ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കമുള്ളവരുടെയും വസതികൾക്ക് നേരെ നടന്ന ആക്രമണം എന്നിവയാണ് NIA അന്വേഷിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് GSAT-മായി പറന്നുയർന്നത്. ഫ്ലോറിഡയിലെ കേപ്പ് കാനവറലിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണിത്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും വിമാനങ്ങളിലും അതുപോലെ തന്നെ കപ്പലുകളിലും സമുദ്രയാനങ്ങളിലും എല്ലാം തന്നെ വൈഫൈ സംവിധാനം ലഭ്യമാക്കുന്നതിനുള്ള അത്യാധുനിക സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ GSAT വിക്ഷേപണം നടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 4.7 ടൺ ഭാരമുള്ള സാറ്റലൈറ്റാണ്. അത് വലിയൊരു സാറ്റലൈറ്റാണ്. അതുകൊണ്ട് തന്നെ കേപ്പ് കാനവറിലെ ഈ ലോഞ്ചിങ് സ്റ്റേഷനിൽ നിന്നും ഫാൽക്കൺ തിരഞ്ഞെടുത്തതും അത്തരത്തിൽ വലിയ ഭാരമേറിയ ഒരു സാറ്റലൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുഴുവൻ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ മുഴുവൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതികളുടെ അതിർത്തിയും, അതായത് ഭൗമാതിർത്തിയും അതുപോലെ തന്നെ സമുദ്രാതിർത്തിയും ഒരേ സമയം നിരീക്ഷിക്കാനും, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളും അതുപോലെ ലക്ഷദ്വീപും ഒരേ സമയം നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണിത്. അതിവേഗ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ അനുബന്ധ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുമെല്ലാം തന്നെ ഒരേ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ സാറ്റലൈറ്റ് GSAT വിക്ഷേപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ രംഗം വൻതോതിൽ വികസിക്കുന്ന ഒരു സാഹചര്യമാണ്. G5 ഇപ്പോൾ നിലവിലെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അതായത് 4Gയിൽ നിന്നും 5Gയിലേക്ക് എത്തി, 5Gയിൽ നിന്ന് ഇപ്പോൾ 6Gയിലേക്കുള്ള പ്രയാണം നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത്തരത്തിലുള്ള അത്യന്താധുനികമായതും അതിവേഗതയിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സാറ്റലൈറ്റ് കൂടിയാണിത്. ഈ സാറ്റലൈറ്റിൻ്റെ പ്രധാന പ്രശ്നം, അതായത് ഈ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റിൻ്റെ ഭാരം തന്നെയായിരുന്നു ഫാൽക്കൺ പോലുള്ള Mark 3 റോക്കറ്റിനെ തിരഞ്ഞെടുക്കാനൊരു കാരണമായത്. ഭാരതത്തിൻ്റെ ശേഷിക്കപ്പുറമുള്ള ഒരു സാങ്കേതിക ശേഷി പ്രയോജനപ്പെടുത്തുന്നതിന് നമുക്കറിയാവുന്നതാണ്, ലോകം മുഴുവനുള്ള ഈ സ്പേസ് കോപ്സസിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ധാരണകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഇത്രയും വലിയ സാറ്റലൈറ്റുകൾ ഭാരതത്തിന് ശേഷിയുണ്ട് എങ്കിൽ കൂടി കുറേ കൂടി കാര്യക്ഷമമായ വിക്ഷേപണം സാധ്യമാക്കുന്നതിന് ഇത്തരത്തിലുള്ള വലിയ സാറ്റലൈറ്റുകൾ ഇതുപോലുള്ള സ്പേസ് എക്സ് പോലുള്ള ഓപ്പറേറ്റേഴ്സുമായി സഹകരിച്ച് ചെയ്യുന്നതിനുള്ള ധാരണകളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പുതിയ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്പേസ് രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയിരുന്നു. അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ചതോടെയാണ് ഇത്തരത്തിൽ അത്യാധുനിക സാറ്റലൈറ്റുകൾ കാര്യക്ഷമമായി വൈകാതെ സമയബന്ധിതമായി തന്നെ നമുക്ക് വിക്ഷേപിക്കാനും അതിൻ്റെ സാധ്യതകൾ നേരത്തെ തന്നെ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നത് എന്ന ഒരു നയപരമായ ഒരു നീക്കം കൂടി നടന്നതിനെ കൂടി ഇപ്പോൾ പരാമർശിക്കേണ്ടതുണ്ട്. രോഹിണി. ശരി. ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹം GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് GSAT-മായി പറന്നുയർന്നത്. ഐസനാണ് വിശദാംശങ്ങൾ നൽകിയത്. പുണ്യം പൂങ്കാവനം. അയ്യന്റെ പൂങ്കാവനത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിക്ക് തുടക്കം കുറിച്ച് ദേവസ്വം ബോർഡ്. മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങേണ്ടിയിരുന്ന പദ്ധതി നട തുറന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് തുടങ്ങുന്നത്. പവിത്രം ശബരിമല പദ്ധതി നിർജീവമായി എന്ന ജനം TV വാർത്തയെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ജനം ഇമ്പാക്റ്റ്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, മണ്ഡലകാല ആരംഭത്തിൽ തന്നെ ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മുടെ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ പുണ്യം പൂങ്കാവനം, എങ്ങനെയായിരിക്കണം ആ പൂങ്കാവനം അതൊരു പുണ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടുള്ള മാതൃകകൾ, വാർത്തകൾ, തിരുത്തപ്പെടേണ്ട കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നമ്മൾ. ഈ പവിത്രം ശബരിമല പദ്ധതി നിർജീവമായി കിടക്കുന്നതും ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത് പൊടിതട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ആണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി വീണ്ടും ഈ പദ്ധതി അവരങ്ങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡ്?
ഇന്നലെ തന്നെ ഈ പദ്ധതി ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടെ ഒരു ഉദ്ഘാടന ചടങ്ങ് വെച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ, അതായത് 9 മണി മുതൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദേവസ്വം ജീവനക്കാരും മറ്റു ഭക്തജനങ്ങളും എല്ലാം തന്നെ ശബരിമല ശുചീകരിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ള ആ ഒരു പ്രോജക്റ്റിന് തുടക്കമാക്കും എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരം രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയിരുന്നത്. നമുക്കറിയാം ഈ ഒരു സമയത്ത് കൃത്യമായി ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കാത്തതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ പദ്ധതി നടപ്പാക്കാത്തതിൽ വന്ന ബുദ്ധിമുട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പദ്ധതിയായിരുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ കൃത്യമായ ശ്രദ്ധ ആകർഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഈ ഒരു പദ്ധതിയെ പ്രശംസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ CPMന്റെ അതൃപ്തി, അതോടൊപ്പം തന്നെ ഈ ഒരു പോലീസ് ഉന്നത തലത്തിലുള്ള ചേരിപ്പോര്, ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഈ പദ്ധതി നിർജ്ജീവമാകാനുള്ള കാരണം. ഇതിന് ബദലായാണ് പവിത്രം ശബരിമല എന്നുള്ള ഒരു പദ്ധതിയുമായി പുതിയൊരു ആശയവുമായി ദേവസ്വം ബോർഡ് തന്നെ രംഗത്തെത്തുക. ആദ്യ വർഷങ്ങളിലൊക്കെ തന്നെ അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ, വിശുദ്ധ സേനയെ ഉപയോഗിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സമയത്ത് ഇത്തവണ മണ്ഡലകാലത്ത് ഈ ഒരു പദ്ധതി തുടങ്ങാൻ ദേവസ്വം ബോർഡിന് ഇതുവരെ കഴിഞ്ഞില്ല. ആദ്യ ആഴ്ചകളിൽ ഇത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ച് പോലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പവിത്രം ശബരിമലയിലൂടെ നടത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. ഈ വാർത്ത ദേവസ്വം ബോർഡ് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിരുന്നു, സർക്കാരിന് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഈ ഒരു പ്രശ്നപരിഹാരത്തിനായി വീണ്ടും ശ്രമിച്ചുകൊണ്ട് പദ്ധതി പുനരുജ്ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ എത്തി. എന്തായാലും പദ്ധതി ഇപ്പോൾ ശബരിമലയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമതയോടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അടിസ്ഥാന പ്രശ്നം അത് അവിടെ നിലനിൽക്കുകയാണ്. ഈ ഉറവിടത്തിൽ തന്നെ ഈ വേസ്റ്റ് സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഒക്കെ തന്നെ എടുക്കണം എന്നുള്ള ഒരു വലിയ ആശയം വനംവകുപ്പ് അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇരുമുടിക്കെട്ടിൽ ഈ ഒരു പ്ലാസ്റ്റിക് ഉൾപ്പെടെ എത്തുന്നത് തടയേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കാനന ക്ഷേത്രത്തിന് അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു ഇടപെടൽ, അത് കൃത്യമായ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൃത്യമായി ഭക്തർക്കിടയിൽ വ്യാപകമായ ഒരു പ്രചരണം നടത്തി അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ, വ്യാപകമായുള്ള പ്രചരണങ്ങൾ, അയ്യൻ്റെ പൂങ്കാവനത്തെ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതികൾ, വിപുലമായ കർമ്മ പദ്ധതികൾ നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഓരോ മണ്ഡലകാലത്തും മകരവിളക്ക് തീർത്ഥാടന കാലത്തും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇത് ഈ കാനന ക്ഷേത്രത്തിന് ഏറെ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, ശരി. അരുൺ കൊടുങ്ങൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മുടെ ഓരോ വാർത്തയും ഇങ്ങനെ ഫലം കാണുമ്പോൾ അല്ലേ, ഓരോ വാർത്തയും നൽകുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം കൂടി ഉണ്ടാവുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകും. തൃശ്ശൂരിൽ പൊതുജനങ്ങളെ വലച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗത്തിന്റെ പണിമുടക്ക്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ മാള, തൃശ്ശൂർ ചേർപ്പ്, തൃപ്രയാർ റൂട്ടിലാണ് ഈ പണിമുടക്ക്. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഈ മിന്നൽ പണിമുടക്ക് ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് എന്ന് പറയുന്നു. പക്ഷേ ഇത് വലിയ രീതിയിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അതായത് ഈ ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൊതുവെ പൊതുജനങ്ങളുടെ മാത്രമല്ല സർക്കാരിന്റെ വരെ, അതായത് അവിടുത്തെ ഭരണകൂടത്തെ വരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത്തരത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കാതെ ഒരു സുഗമമായിട്ടുള്ള രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല എന്നൊരു ഘട്ടത്തിലാണ് അത്തരത്തിൽ ശക്തൻ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ബസ്സുകളുടെ പാർക്കിങ്ങിൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പാർക്കിങ്ങിൽ ഇത്തരത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആളുകളെ വേണ്ട രീതിയിൽ യാത്രക്കാർ കുറയുന്നു എന്നുള്ള ഒരു പരാതി കഴിഞ്ഞ ദിവസം തന്നെ ഈ ബസിന്റെ ഉടമകളും മറ്റ് ആളുകളും ഉന്നയിച്ചിരുന്നു. എന്നിട്ട് ഇന്നലെ മുതൽ ആരംഭിച്ച ഇത്തരത്തിലുള്ള പണിമുടക്കാണ് ഇന്നും ഈ ബസ് ഉടമകൾ അവസാനിപ്പിക്കാൻ തയ്യാറാവാത്തത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ മാള, തൃശ്ശൂർ ചേർപ്പ്, തൃപ്രയാർ റൂട്ടിലെ ബസ്സുകളാണ് പണിമുടക്കുന്നത്. പൊതുജനങ്ങളെ കാര്യമായി തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്.
അതെ, ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തൃശ്ശൂരിൽ പൊതുജനങ്ങളെ വലച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ മിന്നൽ പണിമുടക്ക്. ശക്തൻ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ക്രമീകരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പാർക്കിംഗ് ക്രമീകരണം വളരെ പെട്ടെന്ന് ഉണ്ടായതാണോ എന്നുള്ള ചോദ്യം കൂടെ ബാക്കിയുണ്ട് അല്ലേ? കാരണം അത് മിന്നൽ പണിമുടക്കിലേക്ക് പോകേണ്ടത് എന്തായിരുന്നു, ജനങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്തായിരുന്നു എന്ന വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഓക്കെ, മറ്റൊരു വാർത്തയാണ് നമ്മൾ ഇനി നോക്കുന്നത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ അമ്മു സജീവ് മരിച്ച ഈ സംഭവത്തിൽ അന്വേഷണം ആരോഗ്യ സർവകലാശാല ആരംഭിച്ചു. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇന്ന് വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് VC ഇന്ന് പോത്തൻകോട്ടുള്ള അമ്മുവിൻ്റെ വീട്ടിലെത്തുന്നത്. രക്ഷിതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. കോളേജിൻ്റെ വിശദീകരണം കൂടി ലഭിച്ച ശേഷമാകും VC മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പലപ്പോഴും ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്ന നമ്മളൊരു വിഷയം ആരോഗ്യ രംഗത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദ്യം തന്നെ ആരോഗ്യമന്ത്രി വന്നിട്ട് അന്വേഷിക്കാം, പരിഗണിക്കാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഈ വിഷയം അങ്ങനെ വിടാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നിപ്പോൾ VC വീട്ടിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും അദ്ദേഹത്തിന് ചോദിച്ചറിയാനുണ്ട്, അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്, വിവരങ്ങൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്? ശാലിനി. വീണ, കനത്ത പ്രതിരോധം ഒപ്പം തന്നെ പ്രതിഷേധം ഒക്കെ ശക്തമായ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഇന്നലെ ഉച്ചയോടുകൂടി ഉത്തരവിട്ടത്. ആരോഗ്യ സർവകലാശാലയോടാണ് അന്വേഷണം നടത്തിയതിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആരോഗ്യ സർവകലാശാല VC കൂടിയായിട്ടുള്ള മോഹൻ കുന്നുമേൽ ഇന്ന് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അമ്മു സജീവിന്റെ വീട്ടിലെത്തി രക്ഷിതാക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിൽ അവർക്കുള്ള ആശങ്കകൾ ഒപ്പം തന്നെ അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ VC ചോദിച്ചറിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ VCയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് രാവിലെ 10-ഓടുകൂടി കുടുംബത്തെ കാണും എന്നുള്ളതാണ്. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നുള്ളതാണ്. തുടർച്ചയായി തന്നെ കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. മകൾ സ്വമേധയാ അത്തരത്തിലൊരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മരണത്തെ പറ്റിയോ ചിന്തിക്കില്ല. പകരം ആ പെൺകുട്ടിയെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന്, ഹോസ്റ്റലിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ചില കുട്ടികളുമായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ടൂർ ഓപ്പറേറ്ററായി ടൂറിന്റെ ചുമതലകൾ അടക്കം ഈ അമ്മു സജീവിന് നൽകിയതിൽ ചില പ്രശ്നങ്ങൾ ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി ഉണ്ടായിരുന്നു. ഇതിലടക്കം ഉള്ള ആരോപണങ്ങൾ ഒപ്പം തന്നെ ആ കുടുംബത്തിനുള്ള ആശങ്കകളൊക്കെ തന്നെ ഇന്ന് VCയുമായി ഇവർ പങ്കുവെക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലും മാനസിക പ്രശ്നത്തിലും ഒക്കെയാണ് ഈ കുടുംബം ഉള്ളത്. കാരണം പെട്ടെന്നുള്ളൊരു ആഘാതമാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇങ്ങനെ പെട്ടെന്നൊരു ആവേശത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു മരണത്തിലേക്ക് പറ്റി ചിന്തിക്കില്ല, അത്തരത്തിലൊരു മരണത്തിലേക്ക് ചാടില്ല എന്നുള്ളതാണ് ആ കുടുംബം വ്യക്തമാക്കുന്നത്. ആ ഒരു ആശങ്കകൾ അടക്കമുള്ള കാര്യങ്ങൾ VCയുമായി പങ്കുവയ്ക്കും. അതിനുശേഷമായിരിക്കും കോളേജ് അധികൃതരിൽ നിന്നും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും. ഇന്നലെ പോലീസിന്റെ അടക്കം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ കോളേജിലെത്തി അവിടുത്തെ അധ്യാപകരുടെയും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ABVP അടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു സംഭവം നടന്ന് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും വീണതിന് ശേഷം ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പത്തനംതിട്ട ജില്ലാ ആശുപത്രി അടക്കം ഇതിൽ ചില അലംഭാവം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇതടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ABVP ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. ഇന്നലെ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയിരുന്നു. പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നുള്ളതാണ്. എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം ഉത്തരവിട്ടു എന്നതിനപ്പുറം അത് ഏത് രീതിയിലേക്ക് ഇനി പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും VC മോഹൻ കുന്നുമേൽ ആയതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം മന്ത്രിക്ക് നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. അതിന്റെ തുടർച്ചയെന്നോണമാണ് അന്വേഷണം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ച അടുത്ത ദിവസം തന്നെ ഈ ഒരു വീട്ടിലേക്ക് VC എത്തുന്നത്. വീണ. ഓക്കെ, ശരി ശാലി. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ വീണ, നമ്മൾ ഈ കാക്കിക്കുള്ളിലെ കലാകാരനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നതാണ് അല്ലേ? എന്തായാലും കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട്, നമ്മുടെ ശബരിമലയിൽ തന്നെയാണ്. 40ഓളം സിനിമകളിൽ അഭിനയിച്ച കണ്ണൂർ ആലക്കോട് പോലീസ് സ്റ്റേഷനിലെ ASI സദാനന്ദൻ ചേപ്പറമ്പാണ് വർഷങ്ങളായി സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ളത്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. അയ്യന്റെ സന്നിധിയിലെത്തുന്ന മലയാളികളായ സ്വാമിമാർക്ക് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ പരിചിതമായ മുഖം.
ഇന്ന് കിഷ്കിന്ദ കാണ്ഡം വരെ 40 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സദാനന്ദൻ എന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. 22 വർഷമായി ശബരിമല ഡ്യൂട്ടിയിലുള്ള സദാനന്ദൻ ഇത്തവണയും വ്രതം നോറ്റ് മാലയിട്ട് അയ്യന്റെ സന്നിധിയിലെത്തി. സോപാനത്തിനരികെ എത്തുന്ന അയ്യപ്പന്മാരെ വരിയിലൂടെ നയിച്ച് ദർശനം സുഗമമാക്കുക എന്നതാണ് ഇത്തവണത്തെ നിയോഗം. പോലീസിന്റെ ജോലി തന്നെ ഒരു വ്യത്യസ്തമായ ജോലിയാണ്. ശബരിമല സന്നിധാനം ജോലിയല്ല, അത് സേവനം. സ്വാമിമാരോടൊപ്പം വിവിധ ഭാഷകളിലുള്ളവർ, വിവിധ വേദനകളുള്ളവർ, അവരൊക്കെ അവരുടെ വേദനകളും എല്ലാം ഇവിടെ തീർക്കുമ്പോൾ നമുക്കും അതിലൊരു സന്തോഷം കിട്ടുകയാണ്. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ മിമിക്രി, മോണോ ആക്ട്, നാടകം എന്നിവയിൽ സജീവമായിരുന്ന സദാനന്ദൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും അഭിനയത്തിനായി സമയം കണ്ടെത്തി. നിലവിൽ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ ASI ആയി സേവനമനുഷ്ഠിക്കുന്നു. ഞാനിപ്പോ ആലക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 2 മാസേ ആയിട്ടുള്ളൂ. അവിടെ എത്തുന്നതിന് മുമ്പും ഇപ്പൊ എത്തിയപ്പോൾ അവിടുത്തെ ആലക്കോട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരടക്കം എല്ലാവരും എൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പോലീസ് ജോലിയോടൊപ്പം സിനിമ കൂടി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകരുള്ളത്. ആദ്യ സിനിമയായിരുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. പിന്നീട് സിനിമ, സീരിയൽ, നാടകരംഗത്ത് സജീവമായി. സുഹൃത്തുക്കളും കുടുംബവുമാണ് ഈ കാക്കിക്കുള്ളിലെ കലാകാരന്റെ പിന്തുണ. എല്ലാ വർഷത്തെയും ശബരിമല ഡ്യൂട്ടി ഏറെ ഭാഗ്യമായി തന്നെയാണ് സദാനന്ദൻ കരുതുന്നത്. ഏകദേശം 24 വർഷത്തിനുള്ളിൽ ഡ്യൂട്ടിക്ക് തന്നെ 23 പ്രാവശ്യം വന്നു. ഒരു വർഷം തന്നെ 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ 20 വർഷവും സന്നിധാനത്ത് ഇവിടെ സോപാനത്തായിരുന്നു. ആ സ്വാമിയുടെ ഡ്യൂട്ടി ചെയ്യുക, അതോടൊപ്പം തന്നെ സിനിമയിലും തൊണ്ടി മുതലും ദൃക്സാക്ഷിയും തുടങ്ങി ഏകദേശം ഇപ്പം കിഷ്കിന്ദ കാണ്ഡം വരെ 40ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമാണ് ഇവിടെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾക്ക് 10-15 ദിവസം ഡ്യൂട്ടി എല്ലാം മറന്ന്, നമ്മുടെ എല്ലാ വിഷമങ്ങളും മറന്ന് സന്തോഷത്തോടെ ജോലി ചെയ്യാം. മലയിറങ്ങിയ ശേഷം അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ടീം ജനം, സന്നിധാനം. ഇനി ഈ റിപ്പോർട്ടോട് കൂടി നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം അവസാനിക്കുകയാണ്. രോഹിണി, നമുക്ക് പോവാം. ഇടവേള. അതെ, നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമുക്ക് ശുഭദിനം നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം. നന്ദി, നമസ്തേ. നമസ്തേ.